സ്ക്രീൻ കാണുന്നില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? തുടങ്ങാം. കേൾക്കണില്ലേ? ആരെങ്കിലും ഒക്കെ റിപ്ലൈ താ. ഓക്കെ. അപ്പൊ നമ്മള് സ്വാതന്ത്ര്യ സമര കാലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കുറച്ചും കൂടി ഈ പത്രങ്ങളും അങ്ങനത്തെ പോലത്തെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. ഇതിൽ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണതാണ്. ഇന്ന് സാഹിത്യവും കലയുമാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യണത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ പേപ്പറുകളും കൃതികളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു. ഇന്ന് അതിന്റെ കുറച്ച് ബാക്കി. അത് കഴിഞ്ഞ് നമുക്ക് മഹാത്മാഗാന്ധിയുടെ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് ബോറടിക്കാത്ത ഭാഗത്തിലേക്ക് പോവാം ട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ആദ്യം പഠിക്കണത് നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. ആ ഈ സാഹിത്യത്തിനായാലും കലയ്ക്കായാലും നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലത്ത് കുറച്ച് പ്രാധാന്യങ്ങള് കുറച്ച് പങ്കുവഹിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഒപ്പീനിയൻ പറയാനായിട്ട് നമ്മൾ കലയെ പ്രയോജനപ്പെടുത്താറുണ്ട്, സാഹിത്യത്തെ പ്രയോജനപ്പെടുത്താറുണ്ട്. അതേപോലെ ആ കാലത്തായാലും സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലും ഈ പറഞ്ഞ കലയും സാഹിത്യവും ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യണത്. ഓക്കെ. അപ്പൊ ആധുനിക ബംഗാളി സാഹിത്യത്തിന്റെ പിതാവാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇത് നിങ്ങൾ കേട്ടിട്ടുള്ള പേര് തന്നെയായിരിക്കും. ഈ ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന ആള് ഫെമിലിയർ ആയിട്ടുള്ള നോവലാണ്. അദ്ദേഹമാണ് നമ്മുടെ വന്ദേ മാതരമൊക്കെ എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അപ്പൊ ആധുനിക ബംഗാളി സാഹിത്യത്തിന്റെ പിതാവായിരുന്നു ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇനി ബംഗാളി സാഹിത്യത്തിലെ ആദ്യ നോവലാണ് ഈ പറഞ്ഞ ദുർഗേശ നന്ദിനി. 1865 ദുർഗേശ നന്ദിനിയാണ് ആദ്യത്തെ ബംഗാളി സാഹിത്യത്തിലെ ആദ്യ നോവൽ. ഈ നോവൽ എഴുതിയതും ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഓക്കെ. അപ്പൊ ബംഗാളി സാഹിത്യത്തിലെ ആദ്യത്തെ നോവലായ ദുർഗേശ നന്ദിനി എഴുതിയതും ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബംഗാളി സാഹിത്യത്തിന്റെ പിതാവ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സാഹിത്യകൃതി കൂടിയാണ് ഈ പറഞ്ഞ ദുർഗേശ നന്ദിനി. ഇനി അദ്ദേഹത്തിന്റെ വേറൊരു നോവലായിരുന്നു ആനന്ദമഠം. ആനന്ദമഠം നോവലിന്റെ പ്രത്യേകത ഈ സന്യാസി കലാപം എന്ന് പറഞ്ഞ ഒരു കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുണ്ട്. നമ്മൾ ഹിസ്റ്ററി കുറച്ച് ബാക്കിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ കുറെ ഗോത്രവർഗ കലാപങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കലാപമാണ് സന്യാസി കലാപം. ഈ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സന്യാസി കലാപത്തെ പശ്ചാത്തലമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലായിരുന്നു ആനന്ദമഠം. ഈ ആനന്ദമഠത്തിൽ നിന്നാണ് വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് 1882. അപ്പൊ ആധുനിക ബംഗാളി സാഹിത്യത്തിന്റെ പിതാവ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അദ്ദേഹമാണ് ബംഗാളി സാഹിത്യത്തിലെ ആദ്യത്തെ നോവലായ ദുർഗേശനന്ദിനി എഴുതിയത്. ഇനി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യത്തെ സാഹിത്യ കൃതിയും കൂടിയായിരുന്നു ദുർഗേശനന്ദിനി. അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സന്യാസി കലാപത്തെ പശ്ചാത്തലമാക്കി എഴുതിയ നോവലാണ് ഈ ആനന്ദമഠം. എന്ത് തരം കൃതിയാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടാ. നോവലാണോ, കവിതയാണോ, നാടകമാണോ, അങ്ങനെ. അപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന പിന്നെ ഏത് കലാപത്തെ ആസ്പദമാക്കിയാണ് ആനന്ദമഠം രചിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് സന്യാസി കലാപത്തെ. അപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സന്യാസി കലാപത്തെ ആസ്പദമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ആനന്ദമഠം. ഈ ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ബംഗാളിലെ നീലം, ഇനി അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. ഓക്കെ. അപ്പൊ ബംഗാളിലെ നീലം കർഷകർ, നീലം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഇൻഡിഗോ. അപ്പൊ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ പ്രമേയമാക്കി നീൽ ദർപ്പൺ എന്ന നാടകം എഴുതിയത് ദീനബന്ധു മിത്രയാണ്. അപ്പൊ നീൽ ദർപ്പൺ രചിച്ചത് ആരാ? ദീനബന്ധു മിത്ര. അപ്പൊ ഈ നീലം കർഷകർ അനുഭവിക്കുന്ന ചൂഷണം പ്രമേയമാക്കിയാണ്
ഈ നീൽ ദർപ്പൺ എന്ന കൃതി എഴുതിയത്. അതൊരു നാടകമാണ്. അപ്പൊ നീൽ ദർപ്പൺ എന്താ? നാടകം. ആനന്ദമഠം എന്താ? നോവലാണ്. ഓക്കെ. അപ്പൊ അത് എഴുതിയത് ദീനബന്ധു മിത്രയാണ്. ഇനി നീൽ ദർപ്പണിൽ ചിത്രീകരിച്ച കർഷകരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും ഇന്ത്യയിലെമ്പാടുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത സംഘടനയാണ് ഇന്ത്യൻ അസോസിയേഷൻ. സുരേന്ദ്രനാഥ ബാനർജിയുടെ ഇന്ത്യൻ അസോസിയേഷൻ. അപ്പൊ ഈ നീൽ ദർപ്പണിൽ എന്താ പറയണത്? ബംഗാളിലെ നീലം കർഷകരുടെ അവരനുഭവിക്കുന്ന ചൂഷണത്തെ പറ്റി പറയുന്ന ഒരു നാടകമാണ് നീൽ ദർപ്പൺ. അപ്പൊ അതിലും പറഞ്ഞിരിക്കുന്ന കർഷകരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും അത് ഇന്ത്യയിലൊക്കെ പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരു സംഘടനയാണ് സുരേന്ദ്രനാഥ ബാനർജിയുടെ ഇന്ത്യൻ അസോസിയേഷൻ. ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ആദ്യം നമ്മൾ പറഞ്ഞത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയെ പറ്റിയാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ കൃതിയാണ് ദുർഗേശ നന്ദിനി എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അദ്ദേഹം സന്യാസി കലാപത്തെ ആസ്പദമാക്കി എഴുതിയ നോവലാണ് ആനന്ദമഠം. അതിൽ നിന്നാണ് വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു. പിന്നെ ബംഗാളി സാഹിത്യത്തിന്റെ പിതാവും കൂടിയാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് നീൽ ദർപ്പണെ പറ്റിയാണ്. നീൽ ദർപ്പൺ ദീനബന്ധു മിത്രയാണ് എഴുതിയത്. അതൊരു നാടകമാണ്. നീലം കർഷകർ അനുഭവിക്കുന്ന ചൂഷണത്തെ പ്രമേയമാക്കി എഴുതിയ ഒരു നാടകമാണ്. ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. ഇനി നമ്മുടെ അടുത്തത് പോണത് സാരേ ജഹാം സേ അച്ച. ഇത് നിങ്ങൾ പാട്ടൊക്കെ കേട്ടിട്ടുള്ളതാണ്. സാരേ ജഹാം സേ അച്ച എന്നുള്ള പാട്ട്. ആ ഗാനം രചിച്ചത് ഒരു ഉറുദു കവിയായിട്ടുള്ള മുഹമ്മദ് ഇക്ബാൽ ആണ്. അല്ലാമ മുഹമ്മദ് ഇക്ബാൽ എന്നാണ് ഫുൾ നെയിം എങ്കിലും നമ്മൾ മുഹമ്മദ് ഇക്ബാൽ എന്നാണ് പറയുന്നത്. അപ്പൊ സാരേ ജഹാം സേ അച്ച. അപ്പൊ നിങ്ങൾക്ക് അറിയാം, വന്ദേ മാതരം ആയിക്കോട്ടെ, സാരേ ജഹാം സേ അച്ച ആയിക്കോട്ടെ, അതേപോലെ തന്നെ ജനഗണമന ആയിക്കോട്ടെ, ഇതിന്റെ ഒക്കെ ഒരു പ്രത്യേകതയുണ്ട്. ദേശസ്നേഹത്തെ പറ്റി അല്ലെങ്കിൽ ഒരു യൂണിറ്റി വരാനായിട്ടൊക്കെ കാരണം ആയിട്ടുള്ള കുറച്ച് ഗാനങ്ങളാണ് ഇത്. നമുക്ക് അറിയാവുന്ന കാര്യമാണത്. അപ്പൊ ഇതൊക്കെ സ്വാതന്ത്ര്യ സമരകാലത്ത് ഭയങ്കരമായിട്ടും ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ആളുകളിൽ. അപ്പൊ സാരെ ജഹാം സേ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര അത് രചിച്ച ഉറുദു കവിയാണ് മുഹമ്മദ് ഇക്ബാൽ. അതിന് ഈണം നൽകിയത് പണ്ഡിറ്റ് രവിശങ്കർ ആണ്. അപ്പൊ സാരെ ജഹാം സേ അച്ച എന്ന ഗാനം രചിച്ച ഉറുദു കവി മുഹമ്മദ് ഇക്ബാലും അതിന് ഈണം നൽകിയത് പണ്ഡിറ്റ് രവിശങ്കറും ആണ്. ഇനി ഭാരതമാത എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നിങ്ങൾ കേട്ടോ? നമ്മളിപ്പോ എപ്പോഴും പറയണതാണ് ഭാരതമാത എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. അപ്പൊ ഇത് അപനേന്ദ്രനാഥ ടാഗോർ ഈ സ്വദേശി സമരകാലത്ത് വരച്ച ഒരു ജലഛായ ചിത്രത്തിൽ നിന്നാണ് ഈ പറഞ്ഞ ഭാരതമാത എന്നൊരു കൺസെപ്റ്റ് വന്നത്. അപ്പൊ അത് ബംഗാളി ചിത്രകാരനായിരുന്ന അപനീന്ദ്രനാഥ ടാഗോർ, സ്വദേശി സമരകാലമൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അതേത് കാലഘട്ടമാണ്, അതിന്റെ പിന്നിലെ കഥയൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ ബംഗാളി ചിത്രകാരനായ അപനീന്ദ്രനാഥ ടാഗോർ സ്വദേശി സമരകാലത്ത് വരച്ച ജലഛായ ചിത്രമാണ് ഭാരതമാത. അപ്പൊ ഭാരതമാത രചിച്ചത് അപനീന്ദ്രനാഥ ടാഗോർ ആണ് ആ ചിത്രം വരച്ചത്. ഇനി ഭാരതമാത എന്ന സങ്കല്പം ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ട നാടകം അവതരിപ്പിച്ചവരാണ് ശിശിർ കുമാർ ഘോഷും അതേപോലെ തന്നെ സത്യേന്ദ്രനാഥ ടാഗോർ. ഓക്കെ. അപ്പൊ സത്യേന്ദ്രനാഥ ടാഗോറും ശിശിർ കുമാർ ഘോഷുമാണ് ഭാരതമാത എന്ന കൺസെപ്റ്റ് ആദ്യമായിട്ട് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുത്തിക്കൊണ്ടുള്ള നാടകം അവതരിപ്പിച്ചത്. ഭാരതമാത എന്ന ചലച്ചിത്രം അത് വരച്ചത് അപനീന്ദ്രനാഥ ടാഗോർ. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓറിയന്റൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് ഒക്കെ സ്ഥാപിച്ച ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് ഈ പറഞ്ഞ അപനീന്ദ്രനാഥ ടാഗോർ ആണ്. നമ്മൾ കുറെ ടാഗോർ ഇപ്പൊ പറയാറുണ്ട്. രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞു, അപനീന്ദ്രനാഥ ടാഗോർ പറഞ്ഞു, സത്യേന്ദ്രനാഥ ടാഗോർ പറഞ്ഞു കേട്ടോ. അപ്പൊ ഏതൊക്കെ ടാഗോർ ആണെന്ന് കൃത്യമായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ ഭാരതമാത എന്ന ചിത്രം വരച്ചതും അപനീന്ദ്രനാഥ ടാഗോർ ആണ്. അദ്ദേഹം ബംഗാളി ചിത്രകാരനാണ്. ഈ പിന്നെ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് ഈ പറഞ്ഞ അപനീന്ദ്രനാഥ ടാഗോർ ആണ്. അത് കൊൽക്കട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമ്മുടെ സാരെ ജഹാം സേ അച്ച പറഞ്ഞു, അത് മുഹമ്മദ് ഇക്ബാൽ ആണ്. വന്ദേ മാതരം എടുത്തത് ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്.
അതുപോലെ ഭാരതമാത എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്ന് ആദ്യമായിട്ട് ഒരു ചിത്രം വരച്ചത് നമ്മുടെ അപനീന്ദ്രനാഥ ടാഗോർ ആണ്. അത് പൊതുവേദിയിൽ നാടകമായിട്ട് അവതരിപ്പിച്ചത് ശിശിർ കുമാർ ഘോഷും അതേപോലെ തന്നെ സത്യേന്ദ്രനാഥ ടാഗോറും ആണ്. ഓക്കെ. പിന്നെ ഈ സാരേ ജഹാംസെ അച്ച എന്നതിന് നമ്മുടെ ഈ ഒരു ഈണം നൽകിയത് പണ്ഡിറ്റ് രവിശങ്കർ ആണ് കേട്ടോ. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? നമുക്ക് ഉറച്ചു പോവാൻ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പറയട്ടെ, നിങ്ങൾ ആൻസർ ചെയ്യണം കേട്ടോ. ഒന്നും കൂടി നന്നായിട്ട് പഠിക്കാലോ. നീൽ ദർപ്പണം എന്ന നാടകം രചിച്ചതാര്? നീൽ ദർപ്പൺ. പറഞ്ഞേ, നീൽ ദർപ്പൺ. നീൽ ദർപ്പൺ ആർക്കും കിട്ടണില്ലേ? നീൽ ദർപ്പൺ. മാം ദീനബന്ധു മിത്ര. ദീനബന്ധു മിത്രയാണ് നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു നീൽ ദർപ്പൺ എന്നുള്ളത് ഒരു നാടകം എന്നുള്ള കാറ്റഗറിയാണ്. ഞാൻ വരുന്ന രീതിയിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കാം. ഇനി സാരേ ജഹാംസെ അച്ച, പിന്നെ ഞാൻ ചോദിക്കണ്ട, കുറെ പേർക്കൊക്കെ അറിയായിരിക്കും. മുഹമ്മദ് ഇക്ബാൽ ആണ് സാരേ ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചത്. ഉറുദു കവിയാണ് അദ്ദേഹം. ഇനി പ്രസിദ്ധമായ വന്ദേമാതരം അടങ്ങിയിട്ടുള്ള വന്ദേമാതരം എന്ന ഗാനം ഏത് നോവലിൽ നിന്നാണ് എടുത്തത്? ഏത് നോവലിൽ നിന്നാണ്? ആനന്ദമഠം നോവലിൽ നിന്നാണ് എഴുതിയത്. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രതിപാദ്യ വിഷയം ഏതാ ആനന്ദമഠം നോവലില്? കിട്ടിയില്ലേ? സന്യാസി കലാപാണ്. എന്നാ നീൽദർപ്പണം എന്ന നാടകത്തില് എന്താണ് വിഷയം? മാം നീലം കർഷകരുടെ സമരം. നീലം കർഷകരുടെ സമരാണ് അതിലെ പ്രതിപാദ്യ വിഷയം. ദീനബന്ധു മിത്രയാണ് നീൽദർപ്പൺ രചിച്ചത്. അതൊരു നാടകമാണ്. അത് നീലം കർഷകര് അനുഭവിക്കുന്ന കൊടിയ ചൂഷണം പ്രമേയമാക്കി എഴുതിയതാണ് ഈ പറഞ്ഞ നീൽദർപ്പൺ കേട്ടോ. നീൽദർപ്പൺ, നീലം കർഷകർ, നാടകം ഒക്കെ നായിലാട്ടോ തുടങ്ങുക. നീലം കർഷകര്, നീൽദർപ്പൺ, നാടകം കേട്ടോ. എഴുതിയത് ദീനബന്ധു മിത്ര കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആനന്ദമഠം എന്ന നോവൽ എഴുതിയത് ആര്? ആനന്ദമഠം. കിട്ടില്ലേ? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഓക്കെ, ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇനി സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആര്? ഭാരതമാത. അപനീന്ദ്രനാഥ ടാഗോർ. അദ്ദേഹം സ്ഥാപിച്ച ഒരു സംഭവം, ഒരു സാധനം സ്ഥാപിച്ചല്ലോ. അതെന്തിട്ടാ? ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് അദ്ദേഹം സ്ഥാപിച്ച ഒരു സംഭവമാണ്. അത് എവിടെയാണ്? കൊൽക്കട്ടയിലാണ് സ്ഥലം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത്. ഇനി കോൺഗ്രസിന്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തെരഞ്ഞെടുത്ത നന്ദലാൽ ബോസിന്റെ ചിത്രമാണ് ഗ്രാമീണ ചണ്ടക്കാരൻ. ഇനി ഗ്രാമീണ ജീവിതം വരും, ഗ്രാമീണ ചണ്ടക്കാരൻ എന്നൊക്കെ പറയുമ്പോ സതി അതൊക്കെ വരുമ്പോ കൺഫ്യൂഷൻ ആവും. സതിയും നന്ദലാൽ ബോസിന്റെയാണ്. സതി നിങ്ങൾക്ക് അറിയാലോ, ഭർത്താവ് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ചിതയിലേക്ക് ചാടണ ഒരു ദുരാചാരം. ഓക്കെ, അപ്പൊ കോൺഗ്രസിന്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തെരഞ്ഞെടുത്ത നന്ദലാൽ ബോസിന്റെ ചിത്രമാണ് ഗ്രാമീണ ചണ്ടക്കാരൻ. എനിക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ ഞാൻ ഈ പഠിച്ചു വെച്ചേക്കണത് ഈ ബോസുമാരാണ് നമ്മളെ ചണ്ട കൊട്ടിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ചണ്ട കൊട്ടിച്ച് നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നുള്ള രീതിയിൽ ആലോചിച്ച് വെക്കുക കേട്ടോ. അപ്പൊ ഗ്രാമീണ ചണ്ടക്കാരൻ, വില്ലേജ് ഡ്രമ്മർ എന്നുള്ള ആ ഒരു ചിത്രം വരച്ചത് നന്ദലാൽ ബോസ് ആണ് കേട്ടോ. ഇനി 1938 ഹരിപുരയിൽ നടന്ന INC സമ്മേളനത്തിൽ ഈ പറഞ്ഞ ഗ്രാമീണ ചണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചിരുന്നു. 1938 ഹരിപുര സമ്മേളനത്തിന്റെ പ്രത്യേകതയൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? ഹരിപുര സമ്മേളനത്തില് INC സമ്മേളനം, ഹരിപുര, ഒന്നും ഓർമ്മയില്ലേ?
ഓർമ്മയുള്ളവര് പറയും, എന്തെങ്കിലും ഒരു പോയിന്റ് ഓർമ്മയുള്ളവര്. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയില്ല, കാര്യം നിങ്ങൾ പോയി നോക്കിയാലേ നിങ്ങൾക്ക് കാര്യമുള്ളൂ. അല്ലാണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഓർക്കില്ല. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സമ്മേളനമായിരുന്നു ഹരിപുര സമ്മേളനം. സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്ര അധ്യക്ഷനായത്. സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷനായി. ആ സുഭാഷ് ചന്ദ്രബോസ് അതിൽ അധ്യക്ഷനായ INC സമ്മേളനത്തിന് ഒരു പ്രത്യേകതയൊക്കെ ഉണ്ടായിരുന്നു. ഇലക്ഷൻ നടന്ന് ഉള്ളതൊക്കെയായിരുന്നു. ഓക്കെ, അപ്പൊ വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ 1938 ഹരിപുരയിൽ നടന്ന INC സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച ചിത്രം കൂടിയാണ് ഈ പറഞ്ഞ ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന് പറയണ ചിത്രം. ഇനി ഈ നന്ദലാൽ ബോസിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രമാണ് സതി. അപ്പൊ അങ്ങനെയും ചോദിക്കും, സതി ആരുടെയാണെന്ന് ചോദിക്കും. സതി ആരുടെയാ? നന്ദലാൽ ബോസിന്റെ. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ അടുത്തതാണ് ഗ്രാമീണ ജീവിതം. ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രാമീണ ചെണ്ടക്കാരനും ഗ്രാമീണ ജീവിതവും കുറെ ഇങ്ങനെ പഠിച്ചു പോകുമ്പോൾ നമുക്ക് തെറ്റിപ്പോകും. ഇപ്പൊ കിട്ടും നിങ്ങൾക്ക്, ക്ലാസ് ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നീട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പൊ ഈ ഗ്രാമീണ ജീവിതം എന്ന ഒരു ചിത്രം വരച്ചത് അമൃത ഷേർഗിലാണ് കേട്ടോ. അമൃത ഷേർഗിലാണ്. ഓക്കെ, ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് അമൃത ഷേർഗിൽ. ഇനി 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് തോമസ് ബാർക്കർ വരച്ച റിലീഫ് ഓഫ് ലക്നൗ, ആ ചിത്രം വരച്ചതാണ് അമൃത ഷേർഗിൽ കേട്ടോ. അമൃത ഷേർഗിലാണ് 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് തോമസ് ബാർക്കർ വരച്ച ചിത്രമാണ് റിലീഫ് ഓഫ് ലക്നൗ. ഓക്കെ, പിന്നെ 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഈ ഇന്നാണ് കേട്ടോ, ഇൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ചത് ജോസഫ് നോയൽ പാറ്റേൺ ആണ്. ഓക്കെ, ഇൻ മെമ്മോറിയം. അപ്പൊ നമ്മള് ഇൻ മെമ്മോറിയം യോസേപ്പിതാവിന്റെ മെമ്മറിക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും രീതിയിൽ കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. 1938 ഹരിപുര സമ്മേളനത്തില് സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷനായി. തൊട്ടടുത്ത വർഷമാണ് 1939 സമ്മേളനത്തിലാണ് അദ്ദേഹം INCയുടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആയത് കേട്ടോ. ഓക്കെ, പെട്ടെന്ന് പറഞ്ഞപ്പോ മാറിയതാ. പിന്നെ നന്ദലാൽ ബോസിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രം നമ്മൾ പറഞ്ഞു സതിയാണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഈ ഇൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ചത് ജോസഫ് നോയൽ പാറ്റേൺ ആണ്. ഓക്കെ, 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് തോമസ് ബാർക്കർ രചിച്ച ചിത്രമാണ് റിലീഫ് ഓഫ് ലക്നൗ. അമൃത ഷേർഗിലിന്റെ റിലീഫ് ഓഫ് ലക്നൗ. ഇനി അടുത്തത് കുറച്ച് കൃതികളാണ്. ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഗ്രാമീണ ഞാൻ രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. 1938 ഹരിപുരയിൽ നടന്ന INC സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച ചിത്രം ഏതാ? ആയിരത്തി 1938 ഹരിപുരയിൽ നടന്ന INC സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച ചിത്രം. ഇപ്പോഴേ കൺഫ്യൂഷൻ ആയ. ഗ്രാമീണ ചെണ്ടക്കാരൻ. ഗ്രാമീണ ചെണ്ടക്കാരൻ. അത് ഗ്രാമീണ ചെണ്ടക്കാരൻ. ഗ്രാമീണ ജീവിതം വേറെ ചിത്രമുണ്ട്, അത് വരച്ചത് അമൃത ഷേർഗിലാണ് കേട്ടോ. പിന്നെ റിലീഫ് ഓഫ് ലക്നൗ വരച്ചത് ഈ തോമസ് ബാർക്കർ കേട്ടോ. അയ്യോ, ഈ അമൃത ഷേർഗിൽ അറിയാണ്ട് എന്താട്ടോ ഇത്, ഞാൻ എഡിറ്റ് ചെയ്ത് ഇട്ടേക്കാം കേട്ടോ. ഓക്കെ, ഇത് ഈ അമൃത ഷേർഗിലില്ലേ, അത് അറിയാണ്ട് വന്നതാണ്, മിസ്റ്റേക്ക് കൊണ്ട് വന്നതാണ്. തോമസ് ബാർക്കറിന്റെ ചിത്രമാണ് റിലീഫ് ഓഫ് ലക്നൗ കേട്ടോ. ഗ്രാമീണ ജീവിതം അമൃത ഷേർഗിലിന്റെ. ഞാൻ മാറ്റിയിടാം കേട്ടോ. ഇൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ചത് ജോസഫ് നോയൽ പാറ്റേൺ കേട്ടോ. ഓക്കെ, ഇനി ഓക്കെ, അപ്പൊ ഇത്രയാണ് കുറച്ച് ചിത്രങ്ങൾ വരച്ചത്, ചിത്രങ്ങൾ പറഞ്ഞത് നമ്മള്. ഭാരതമാത എന്ന ചിത്രം ആരുടെയാ?
ഭാരതമാത. ഭാരതമാത ആരുടെയാ? മറന്നോ? ഭാരതമാത എന്ന ചിത്രം രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോർ അല്ല, അല്ല, അപനീന്ദ്രനാഥ. അപനീന്ദ്രനാഥ ടാഗോർ. ഓക്കെ, ഭാരതമാത എന്ന ചിത്രം വരച്ചത് അപനീന്ദ്രനാഥ ടാഗോർ കേട്ടോ. ഇനി അടുത്തത് കുറച്ച് കൃതികളാണ് ഈ ഭാഗത്തുനിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ വരണ ഏരിയ ആണ് കേട്ടോ. PSC പരീക്ഷയ്ക്ക് വളരെ കുറവ്, ചില പരീക്ഷകൾക്ക് മാത്രമേ ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരാത്തതായിട്ടുള്ളൂ. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും വരാവുന്ന മിക്ക പരീക്ഷയ്ക്കും വരുന്ന ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഈ ടേബിള്. ഇതിലെ കൃതികള് ഗോര, ഗീതാഞ്ജലി. ഗീതാഞ്ജലി ഒക്കെ ടാഗോറിന്റെ ഇഷ്ടം പോലെ വട്ടം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ ഗോരയും ഗീതാഞ്ജലിയും എഴുതിയത് രവീന്ദ്രനാഥ. ഇതില് മാച്ച് ദ ഫോളോയിങ് ആയിട്ടും വരും കേട്ടോ, അല്ലാണ്ട് ശരിയാണ് തെറ്റ് അങ്ങനെ പല രീതിയിൽ വരും. ഗോര, ഗീതാഞ്ജലി ടാഗോറിന്റെ ആണ്. ബംഗാളി ഭാഷയില. ഇതിൽ ഏത് ഭാഷയാണെന്ന് പഠിക്കണം, ആരാ എഴുതിയെന്ന് പഠിക്കണം, അദ്ദേഹം എഴുതിയ കൃതികളും പഠിക്കണം കേട്ടോ. 3 ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ ചിലപ്പോൾ ഇത് ബംഗാളിയാണോ ഹിന്ദിയാണോ ഉറുദു ആണോ തമിഴാണോ എന്നൊക്കെ ഡൗട്ട് വരും. അപ്പൊ ഗോരയും ഗീതാഞ്ജലിയും എഴുതിയത് ടാഗോർ ആണ്, അത് ബംഗാളി ഭാഷയിലാണ്. പിന്നെ സേവാ സദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. ഇവിടെ ഗോദാൻ ഉണ്ട്, ഇവിടെ ഗോര ഉണ്ട് കേട്ടോ. രണ്ടും തെറ്റിക്കാണ്ട് പഠിക്കാം. ഗോര ടാഗോറിന്റെയും ഗോദാൻ പ്രേംചന്ദിന്റെയാണ്. ഹിന്ദി ഭാഷയിലാണ് കേട്ടോ. സേവാ സദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. ഇത് പ്രേംചന്ദ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രേമം, അങ്ങനെ നമുക്ക് ആ വാക്കില് തുടങ്ങാലോ. അപ്പൊ ഒരു പ്രേമത്തിന് വേണ്ടി കുറെ സേവനം ചെയ്യാനും അതേപോലെ ഒരു യുദ്ധഭൂമി പോലെ ഒരു അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാനും ഈ ഗോദ എന്ന് പറയണതൊക്കെ അങ്ങനെയുള്ളൂ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യുക. അപ്പൊ അത് പ്രേംചന്ദിന്റെ ഹിന്ദിയില്. ഇനി പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽ പാട്ട്, ഇതൊക്കെ സുബ്രഹ്മണ്യ ഭാരതിയുടെ തമിഴ് ഭാഷയിലുള്ള കൃതികളാണ് കേട്ടോ. പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽ പാട്ട്. ഇതിൽ 3 പാട്ടുമായിട്ട് കണക്ട് ചെയ്യുക. പിന്നെ അടുത്തത് ഒരു പായൽ തന്നെ തുടങ്ങണതാണല്ലോ പാഞ്ചാലി ശബദം, അങ്ങനെ എന്തെങ്കിലും വെച്ച് കണക്ട് ചെയ്യുക. അപ്പൊ കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽ പാട്ട് സുബ്രഹ്മണ്യ ഭാരതിയുടെ തമിഴിലാണ് കേട്ടോ. ഇനി ഇത് പിന്നെ അത്ര കൺഫ്യൂഷൻ വരില്ല. ഒരു ഉറുദു, അറബി ആ ലെവലിലുള്ള ഒരു ടേമുകളാണ്. അപ്പൊ ഒരു മുസ്ലിം ആണെന്ന് നമുക്ക് വിചാരിക്കാം. ഹയാത്തി സാദി, അതേപോലെ ഹയാത്തി ജവീദ്, ഇത് അൽത്താഫ് ഹുസൈൻ ഹാലിയുടെയാണ്, ഉറുദു ഭാഷയിലാണ് കേട്ടോ. ഹയാത്തി സാദി, ഹയാത്ത് ഇ ജവീദ്, അൽത്താഫ് ഹുസൈൻ ഹാലി, ഉറുദു ഭാഷയിൽ. ഇനി ഇദ്ദേഹത്തിന്റെ മറാത്തി ഭാഷയിലാണ് കൃതി എന്നുള്ളത് ഇഷ്ടംപോലെ വട്ടം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നിബന്ധമാല, വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ, മറാത്തി ഭാഷയിൽ കേട്ടോ. നിബന്ധമാല, വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ, മറാത്തി ഭാഷയില്. പിന്നെ വള്ളത്തോളുടെ, ഇത് നിങ്ങൾ തെറ്റിക്കില്ല. എന്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ. ഇതൊക്കെ ഇന്ത്യയുടെ കരച്ചിൽ ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട് കേട്ടോ. എന്റെ ഗുരുനാഥൻ, ബാപ്പുജി ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ത്യയുടെ കരച്ചില് ഇതൊക്കെ പഠിക്കണ കൂട്ടത്തിൽ തെറ്റണതാണ്. വള്ളത്തോളിന്റെ ആണ്, മലയാളത്തിലാണ്. അപ്പൊ ഇത്രയും കൃതികളും അത് രചിച്ച ആൾക്കാരും അത് ഏത് ഭാഷയിലാണെന്ന് പഠിക്കണം. അപ്പൊ കുറച്ചൊക്കെ കിട്ടിയില്ലേ? മലയാളം ഭാഷയിൽ രചിച്ച കുറച്ച് കൃതികൾ പറഞ്ഞേ. ഇപ്പൊ നമ്മൾ പഠിച്ചതില് മലയാളം ഭാഷയില് പറയേ. ഏതാന്ന്? നിബന്ധമാല മലയാളി ഭാഷയില്, മലയാളം ഭാഷയില്, മലയാളത്തില്, നമ്മുടെ മലയാളത്തില് വള്ളത്തോളിന്റെ കൃതികളാണ് ചോദിക്കുന്നത്. വള്ളത്തോളിന്റെ മലയാളം ഭാഷയിലുള്ള കൃതികൾ. എന്റെ ഗുരുനാഥൻ, എന്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ. അപ്പൊ ഞാൻ ചോദിക്കാം കേട്ടോ കുറച്ച് കൃതികൾ, അത് ആരാ എഴുതിയെന്ന് നിങ്ങൾ പറയണം. കളിപ്പാട്ട്, കളിപ്പാട്ട് സുബ്രഹ്മണ്യ ഭാരതി. സുബ്രഹ്മണ്യ ഭാരതി. ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടേക്കണത് ആ സ്ക്രീൻ തന്നെയാണ്. ഇനി നിബന്ധമാല രചിച്ചിരിക്കുന്ന ഭാഷ, നിബന്ധമാല. നിബന്ധമാല രചിച്ചിരിക്കുന്ന ഭാഷ.
ഓർമ്മയുണ്ടോ? രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ. ആ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ഒരു കൃതിയേ ഉള്ളൂ, ആ ഒരു ലാംഗ്വേജേ ഉള്ളൂ. മറാത്തി ഭാഷയില്. ബാക്കി എല്ലാത്തിനും 3-4 കൃതികൾ പറഞ്ഞിട്ടുണ്ട്. നിബന്ധമാലയ്ക്ക് മാത്രമാണ് ഉറുദു ഭാഷയിലാണ് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ എന്ന് നമ്മൾ പറഞ്ഞേക്കണത്. ഓക്കെ. ഇനി ഗോദാൻ ആരുടെയാ? പ്രേംചന്ദ്. ഓക്കെ. അപ്പൊ ദാനമായിട്ട് മോളെ കൊടുത്തു, അങ്ങനെ എന്തെങ്കിലും വെച്ച് കണക്ട് ചെയ്യുക. ഗോതയും ഗോരയും തരുമ്പോ ഈ പറഞ്ഞ ഗോദാനും ഗോരയും തരുമ്പോ ഈ 2 ഓപ്ഷൻസും ഉണ്ടാവും കേട്ടോ. രവീന്ദ്രനാഥ ടാഗോറും ഉണ്ടാവും ഓപ്ഷനില്, പ്രേംചന്ദും ഉണ്ടാവും ഓപ്ഷനില്. അപ്പൊ ഗോദാൻ പ്രേംചന്ദിന്റെയും ഗോര ടാഗോറിന്റെ ആണെന്ന് കൃത്യമായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ തെറ്റിക്കും കേട്ടോ. ഓക്കെ. അപ്പൊ ഗോരയും ഗീതാഞ്ജലിയും ബംഗാളി ഭാഷയിലാണ്. പിന്നെ പ്രേംചന്ദിന്റെ ആണ് സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി ഒക്കെ, ഗോദാനൊക്കെ അത് ഹിന്ദി ഭാഷയിലാണ്. മറാത്തി ഭാഷയിൽ വിഷ്ണുകൃഷ്ണ ചിപ്ലുങ്കറിന്റെ നിബന്ധമാല മാത്രമാണ് ഉള്ളത്. പിന്നെ ഹയാത്തി സാദി, ഹയാത്തി ജവീദ്, അത് രണ്ടും അൽതാഫ് ഹുസൈൻ ഹാലിയുടെ ഉറുദു ഭാഷയിലാണ് കേട്ടോ. ഓക്കെ. ഇടയ്ക്ക് ഞാൻ ചോദിക്കാം. ഇനി നമ്മൾ കുറച്ച് ആ സമയത്തെ വിദ്യാഭ്യാസത്തിന്റെ കാര്യമാണ് പറയണത്. 1884 പൂനെ ആസ്ഥാനമാക്കി ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചവരാണ് ജി അഗാർക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ, ഗോവിന്ദ റാനഡെ കേട്ടോ. ഓക്കെ. അപ്പൊ ഈ 1884 ഈ ഇതിലെപ്പോഴും ചോദിക്കണത് ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥലം ചോദിക്കാറുണ്ട്. അത് പൂനെയാണ് ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥലം അത് സ്ഥിതി ചെയ്യണത്. ഇനി ഇതിന്റെ പിന്നിലുള്ള ആൾക്കാരാണ് ജി അഗാർക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ, ഗോവിന്ദ റാനഡെ. ഇത് റീസെന്റ് വന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും തിരിച്ചും മറിച്ചും ചോദിച്ചു കണ്ടിന്യൂസ് അടുപ്പിച്ച് വന്ന ക്വസ്റ്റ്യൻ ആണിത്. റീസെന്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ച വ്യക്തി DK കാർവെ. അതേപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന സ്ഥലം, ഇത് പെട്ടെന്ന് ഒരു പരീക്ഷയ്ക്ക് ഞാൻ കറണ്ട് അഫയർ ആണെന്ന് വരെ തെറ്റിദ്ധരിച്ചു പോയി. അല്ല, പെട്ടെന്ന് തലയിലേക്ക് അങ്ങനെ ക്ലിക്ക് ചെയ്തില്ല, കുറെ സ്ഥലങ്ങളുടെ പേര് മാത്രമാണ് ഇതാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. അപ്പൊ ഇന്ത്യയിലെ ആദ്യ, പിന്നെ മനസ്സിലായി വന്നപ്പോഴത്തേക്ക് ഞാൻ ഓപ്ഷൻ കറപ്പിച്ചു പോയിണ്ടായി. അപ്പൊ ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് DK കാർവെയാണ്. 1916 അത് പൂനെയിലാണ്. പൂനെയിലാണ് ഇത് ആദ്യമായിട്ട് വന്നത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് DK കാർവെ. 1916 പൂനെയിലാണ്. ചിലപ്പോ മഹാരാഷ്ട്രയിൽ നിലവിൽ വന്ന ആദ്യ വനിതാ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ആര്, അങ്ങനെയും ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആവും. ഈ മഹാരാഷ്ട്രയില് പൂന എന്ന് പറഞ്ഞ സ്ഥലം മഹാരാഷ്ട്രയിലാണല്ലോ. അപ്പൊ അവിടെ സ്ഥിതി ചെയ്യണ ആദ്യത്തെ വനിതാ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞു തരും. അത് DK കാർവെ സ്ഥാപിച്ച 1916 സ്ഥാപിച്ച യൂണിവേഴ്സിറ്റി, വനിതാ യൂണിവേഴ്സിറ്റി, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ യൂണിവേഴ്സിറ്റി. ഓക്കെ. അപ്പൊ ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ് കേട്ടോ. ഇനി ബംഗാളി വിശ്വഭാരതി സർവകലാശാല, അത് നിങ്ങൾക്ക് അറിയണതാണ്, ടാഗോറിന്റെ ആണ്. ബംഗാളില് വിശ്വഭാരതി സർവകലാശാല ടാഗോറിന്റെ ആണ്, അത് ഒരുവിധം എല്ലാവർക്കും അറിയാം. ഇനി അലിഗഡിൽ ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാല, അത് എവിടെയാന്ന് ചോദിക്കും. അലിഗഡിലാണ് ഈ പറഞ്ഞ ജാമിയ മിലിയ ഇസ്ലാമിയ എന്ന യൂണിവേഴ്സിറ്റി ഉള്ളത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവര് അതും ചോദിക്കാറുള്ളതാണ്. ഈ മൗലാന മുഹമ്മദ് അലി, അതേപോലെ ഷൗക്കത്ത് അലി, ഇവര് രണ്ടുപേരും അറിയപ്പെടുന്ന പേരാണ് അലി സഹോദരന്മാര്. അലി സഹോദരന്മാരെന്ന് അറിയപ്പെടുന്നത് മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയാണ് കേട്ടോ. അപ്പൊ അവരും ഡോക്ടർ സക്കീർ ഹുസൈനും MA അൻസാരിയും ഒക്കെ കൂടിയിട്ടാണ് ഈ അലിഗഡില് ജാമിയ മിലിയ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്. മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, സക്കീർ ഹുസൈൻ, അതേപോലെ MA അൻസാരി. ഓക്കെ. ഇത്രയും ക്ലിയർ ആയോ? ആദ്യത്തെ വനിതാ യൂണിവേഴ്സിറ്റി ഏതാ? ഇന്ത്യയിലെ ആദ്യ വനിതാ യൂണിവേഴ്സിറ്റി ഏതാ? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ യൂണിവേഴ്സിറ്റി പറയ്. കാര്യം ഇതെല്ലാം കൂടി പഠിക്കുമ്പോൾ മറന്നു പോകുന്ന എനിക്കറിയാം, കുഴപ്പമില്ല, പക്ഷെ പഠിക്ക്.
ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ യൂണിവേഴ്സിറ്റി? എന്തെങ്കിലും പറ അതിനെ പറ്റി. ആരെ സ്ഥാപിച്ചേ? DK കാർവേ. DK കാർവേ. എവിടെയാ സ്ഥാപിച്ചേ? പൂനെയില്. പൂനെയില്. വർഷം പറയ്. 1916. 1916. പിന്നെ നമ്മൾ പറഞ്ഞു വിശ്വഭാരതി യൂണിവേഴ്സിറ്റി, അത് ടാഗോറിന്റെ ആണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അലിഗഡിലെ യൂണിവേഴ്സിറ്റിയുടെ പേര്? അലിഗഡിൽ സ്ഥാപിച്ച യൂണിവേഴ്സിറ്റിയാണ് ജാമിയ മിലിയ ഇസ്ലാമിയ ട്ടോ. ഓക്കെ. ഇനി കേരള കലാമണ്ഡലം, അത് പിന്നെ ഞാൻ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, വള്ളത്തോളിന്റെ ആണ്. ഇനി ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ രാജാറാം മോഹൻ റോയെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ. അപ്പൊ ഇനി ഞാൻ വീണ്ടും രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ പഠിച്ചതാണ്. അപ്പൊ ഈ രാജാറാം മോഹൻ റോയ് പറഞ്ഞൊരു കാര്യമാണ്, ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. അങ്ങനെ പറഞ്ഞത് രാജാറാം മോഹൻ റോയ് ആണ്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് പറഞ്ഞത് രാജാറാം മോഹൻ റോയ് ആണ്. ഇനി അടുത്തതാണ്, പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയും. കേശബ് ചന്ദ്ര സെൻ പറഞ്ഞതാണ്. അത് നിങ്ങൾക്ക് അറിയാം. പാവപ്പെട്ടവർക്ക് കുറച്ചും കൂടി വിദ്യാഭ്യാസം ആയി കഴിഞ്ഞാൽ അവർക്കെതിരെയുള്ള ചൂഷണങ്ങളൊക്കെ അവർ മനസ്സിലാക്കും, അല്ലെ? അപ്പൊ മനസ്സിലാക്കി കഴിഞ്ഞാൽ വിദ്യാഭ്യാസം കൊണ്ടാണ് കുറെ കാര്യത്തിൽ നമുക്ക് ശാക്തീകരണം വരാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെപ്പറ്റി പറയണതാണ് ഈ കേശബ ചന്ദ്രസൻ. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരത, അവർക്ക് അറിവ് വയ്ക്കും. വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അറിവ് വയ്ക്കൂല, കാര്യങ്ങൾ മനസ്സിലാവൂല കുറച്ചും കൂടി. അപ്പം കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒക്കെ ഒറ്റക്കെട്ടായി നിന്ന് ചേർക്കാൻ അവർക്ക് കഴിയുമെന്ന് പറഞ്ഞത് കേശബ ചന്ദ്രസന്. ഇത് എപ്പോഴും ചോദിച്ച് വെറുപ്പിക്കണ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ്, ഇങ്ങനെ പറഞ്ഞത് വീരേശലിംഗം. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ്. പിന്നെ ഇതും എപ്പോഴും ചോദിക്കേണ്ടതാണ്, ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെ ആദരവിന് പാത്രമാകുമെന്ന് പറഞ്ഞത് രാജാറാം മോഹൻ റോയ്. ഇനി നയിം താലി എന്ന് പറഞ്ഞൊരു വിദ്യാഭ്യാസ പദ്ധതി ഉണ്ട്. അത് നമ്മൾ പറയൂ ഇനി. അതാണ് പറയാൻ പോണത്. മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർധ പദ്ധതി. വാർധ പദ്ധതി 1937 മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ്. ഈ വാർധ പദ്ധതിയുടെ ലക്ഷ്യമാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. അപ്പൊ വിദ്യാഭ്യാസം ഒരു തൊഴില് അധിഷ്ഠിതമായിട്ട് വേണം എന്നാണ് അദ്ദേഹം വാർധ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലെഴുതിയിട്ടുണ്ട്, ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം വിദ്യാഭ്യാസം നൽകേണ്ടത് എന്നാണ് മഹാത്മാഗാന്ധി അഭിപ്രായപ്പെട്ടത്. അപ്പൊ അദ്ദേഹം ഗാന്ധിജി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരാണ് വാർധ പദ്ധതി. അത് 1937 നിലവിൽ വന്നത്. അതിന്റെ ലക്ഷ്യം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. ഇത്തിരി സ്പീഡ് കൂടണ്ട നിങ്ങൾക്ക് എന്റെ ഒപ്പം എത്താൻ പറ്റണ്ട? സ്പീഡ് കൂടണുണ്ടാ? ഒന്ന് പറയോ? ആദ്യമായിട്ട് കേൾക്കണവർക്ക് സ്പീഡ് കൂടണുണ്ടാ? ബാക്കിയുള്ളവരും കൂടി ഒന്ന് പറയോ? നിങ്ങൾക്ക് സ്പീഡ് കൂടണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. ഓക്കെ, കുഴപ്പമില്ല. എല്ലാവർക്കും പറ്റണ്ടെന്നാണ് പറയണത്. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ സ്പീഡ് കൂടിപ്പോവും. പറ്റാത്തവര് പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ. അപ്പൊ ഈ വാർധ പദ്ധതിയുടെ ലക്ഷ്യം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. അത് മുന്നോട്ട് വെച്ചത് 1937. അപ്പൊ ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായിട്ട് ബന്ധപ്പെടുത്തി വേണം വിദ്യാഭ്യാസം നൽകണം എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. ഇനി
ഈ പറഞ്ഞ വാർധ പദ്ധതി 1937 ഗാന്ധിജി പ്രപ്പോസ് ചെയ്ത ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പറയണ പേരാണ് നയി താലീം, അതായത് നൂതന വിദ്യാഭ്യാസം. നയി താലീം അപ്പൊ എന്താന്ന് മനസ്സിലായില്ലേ? ഈ പറഞ്ഞ ഗാന്ധിജി വിഭാവനം ചെയ്ത ഒരു നൂതന വിദ്യാഭ്യാസ രീതിനെയാണ് നമ്മൾ വാർധ പദ്ധതി എന്ന് പറയണത്. അത് 1937 ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം വേണം എന്ന് പറയണതാണ് ഈ പറഞ്ഞ നയിം താലീം. ഇനി 8 മുതൽ 4 വയസ്സ്, ഈ എത്ര വയസ്സ് തൊട്ടാണ് ഗാന്ധിജി പറഞ്ഞതെന്നൊക്കെ നോക്കി വെച്ചോളൂ കേട്ടോ. 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നും അത് മാതൃഭാഷയിലായിരിക്കണമെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മഹാത്മാഗാന്ധി. അപ്പൊ 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യമായിരിക്കണം വിദ്യാഭ്യാസം, അത് നിർബന്ധിതമായിരിക്കണം, അത് മാതൃഭാഷയിലായിരിക്കണം. അങ്ങനെ പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് കേട്ടോ. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1937 വാർധ സമ്മേളനത്തിൽ, അതുകൊണ്ടാണ് ഇത് വാർധ പദ്ധതി എന്ന് മനസ്സിലായില്ലേ, 37 വാർധ സമ്മേളനത്തിൽ വാർധ പദ്ധതിയെ കുറിച്ച് പഠിക്കാനായി നിയമിച്ച കമ്മിറ്റിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റി. സക്കീർ ഹുസൈൻ പിന്നീട് ആരായെന്നൊക്കെ നമുക്കറിയാലോ. അപ്പം 37 വാർധ സമ്മേളനത്തില് വാർധ പദ്ധതിയെ കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മിറ്റിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റി. ഒരു മിനിറ്റ്. ഇനി നമ്മള് വേറെ കുറച്ച് വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങളൊക്കെ പറയും. അത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഫോളോ ചെയ്ത കുറച്ച് വിദ്യാഭ്യാസ രീതികളൊക്കെ നമ്മൾ പിന്നീട് പറയും. ഇപ്പൊ ഇത്രയും പഠിച്ചാൽ മതി. അത് മഹാത്മാഗാന്ധിയുടെ വിദ്യാഭ്യാസ പദ്ധതിയാണ്. ഇനി നമ്മള് സ്വാതന്ത്ര്യം കഴിഞ്ഞ് ആദ്യമായിട്ട് ഒരു വിദ്യാഭ്യാസ കമ്മീഷൻ, ഹണ്ടർ കമ്മീഷൻ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുന്നേ, ഹണ്ടർ കമ്മീഷൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഈ രാധാകൃഷ്ണൻ കമ്മീഷൻ 48 വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ വന്നിട്ടുണ്ട് 52. അതേപോലെ തന്നെ കോത്താരി കമ്മീഷൻ വന്നിട്ടുണ്ട്. അതായത് 10+2+3 10+2+3 മാതൃകയാണ് ഈ കോത്താരി കമ്മീഷൻ എന്ന് പറയുന്നത്. അതൊക്കെ ഉണ്ട്. അത് നമ്മൾ പിന്നെ 86 ദേശീയ വിദ്യാഭ്യാസ നയം വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പിന്നെ പഠിക്കും. ഇപ്പൊ ഇത്രയും പഠിച്ചാൽ മതി വിദ്യാഭ്യാസത്തെ പറ്റി. ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? സ്വാതന്ത്ര്യ സമര കാലത്തെ സാഹിത്യവും അതേപോലെ തന്നെ കൃതികള്, ചിത്രങ്ങള്, വിദ്യാഭ്യാസം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇത് നന്നായിട്ട് പഠിക്കണേ. ഞാൻ 2 ക്വസ്റ്റ്യൻ ചോദിക്കാം. പാഞ്ചാലി ശപഥം ആരുടെ കൃതിയാണ്? പാഞ്ചാലി ശപഥം. പാഞ്ചാലി ശപഥം ആരുടെയാ? സുബ്രഹ്മണ്യ ഭാരതി. സുബ്രഹ്മണ്യ ഭാരതിയുടെയാണ്. ഭാഷ പറഞ്ഞോ? തമിഴ് ഭാഷയിൽ. തമിഴ് ഭാഷയിൽ. അപ്പൊ നമ്മൾ ഇപ്പൊ ഇത്ര നേരം കൊണ്ട് നമ്മൾ കുറച്ച് ക്ലാസ്സുകളായിട്ട് ഹിസ്റ്ററി പോണേല് 1857 വിപ്ലവം പറഞ്ഞു. പിന്നെ നമ്മൾ INC പറഞ്ഞു. പിന്നെ സ്വാതന്ത്ര്യ സമര കാലത്തെ കുറച്ച് രചനകള്, കൃതികള്, പത്രങ്ങള്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അതിന്റെ ഇടയിൽ ബംഗാൾ വിഭജനം, സ്വദേശി പ്രസ്ഥാനം, ഇതൊക്കെ പറഞ്ഞു. ഇനി നമ്മള് ഒരു ഗാന്ധിയൻ കാലഘട്ടത്തിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സത്യാഗ്രഹങ്ങള്, ആളുടെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി പറയാൻ പോണത് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് അറിയായിരുന്നല്ലോ ഗാന്ധിജി കുറെ നാള് ദക്ഷിണാഫ്രിക്കയിലൊക്കെ ആയിരുന്നു. അപ്പൊ ആള് വക്കീലൊക്കെ ആയിരുന്നു. അപ്പൊ ആഫ്രിക്കയിൽ നിന്ന് ആള് തിരിച്ച് നമ്മുടെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. അത് കഴിഞ്ഞ് നടന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോണത് കേട്ടോ. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയതാണ് 1915 ജനുവരി 9.
ഓക്കെ. അപ്പൊ 1915 ജനുവരി 9 ഗാന്ധിജി നമ്മുടെ ഇന്ത്യയിൽ തിരിച്ചെത്തി. അപ്പൊ ആ ഒരു 19 മുതൽ 47 ഈ 15 തിരിച്ചെത്തിയ ഗാന്ധിജി 19 സജീവമായത്. അപ്പൊ ഈ 16, 17, 18 ഒന്നും ചെയ്തില്ലേ എന്ന് ചോദിക്കും. 17 ചമ്പാരനൊക്കെ നടത്തിയിട്ടുണ്ട്. ഗേദ സത്യാഗ്രഹം, അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്, അതൊക്കെ നമ്മൾ ഇനി പഠിക്കും. അപ്പൊ ഒരു സ്ഥലത്ത് ഒന്ന് എത്തി, ഒന്ന് കുറച്ചും കൂടി ഒന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയത് 19 അദ്ദേഹം, ഗാന്ധിജി. അപ്പൊ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ഗാന്ധിയൻ കാലഘട്ടം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. മിതവാദ കാലഘട്ടം ഉണ്ടായിരുന്നു, തീവ്രവാദ കാലഘട്ടം ഉണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോണത് ഗാന്ധിയൻ കാലഘട്ടത്തെ പറ്റിയാണ്. അത് 1919 മുതൽ 47, ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ഈ ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്ന കാലഘട്ടം ഏതാണ്? അത് 19 മുതൽ 47 വരെയാണ്. ഓക്കെ. ഇനി ആശയ പ്രചാരണത്തിന് വേണ്ടി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഗാന്ധിജി ഒരു ആശ്രമം സ്ഥാപിച്ചിട്ടുണ്ട്. ആ ആശ്രമമായിരുന്നു സബർമതി ആശ്രമം. നിങ്ങൾക്ക് അറിയണ കാര്യമാണ്. സമൂഹ പുനർനിർമ്മാണം എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ഗാന്ധിജി ആയിരുന്നു കേട്ടോ. സമൂഹ പുനർനിർമ്മാണം. ഇനി ഈ ഗാന്ധിജി 1915 ജനുവരി 9 നമ്മുടെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ ഈ ജനുവരി 9 നമ്മൾ പ്രവാസി ഭാരതീയ ദിനമായിട്ട് ആചരിക്കുന്നത്. അത് ഈ ഗാന്ധിജി തിരിച്ചെത്തിയ ഒരു സംഭവമായിട്ട് ആ ദിവസം പറഞ്ഞു. ആ ദിവസം ജനുവരി 9 അദ്ദേഹം തിരിച്ചെത്തിയോണ്ടാണ് അത് പ്രവാസി ഭാരതീയ ദിവസമായത്. ഇനി ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹത്തിന്റെ പേരാണ് ചമ്പാരൻ സത്യാഗ്രഹം. പിന്നെ നിങ്ങൾക്ക് അറിയാം, ഗാന്ധിജി എപ്പോഴും ഒരു അഹിംസയുടെ പാതയിൽ പോണ ഒരാളായിരുന്നു ഗാന്ധിജി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു സംഭവം, ഇന്ത്യയിൽ എത്തിയിട്ടുള്ള ആദ്യത്തെ ഒരു ഇതാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ഈ പറഞ്ഞ ചമ്പാരൻ സത്യാഗ്രഹം. ഇതിൽ കൂടെയാണ് ഗാന്ധിജി സത്യം പറഞ്ഞ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. അപ്പൊ ഈ പറഞ്ഞ ചമ്പാരൻ സത്യാഗ്രഹം 1917 ബീഹാറിൽ വെച്ചാണ് നടക്കുന്നത്. ഈ ഇത് മെയിൻ ആയിട്ട് നീലം കർഷകരുടെ കാര്യം പറഞ്ഞുകൊണ്ടുള്ള ഒരു സത്യാഗ്രഹമാണ്. അപ്പൊ ഈ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഒക്കെ കണ്ടു മനസ്സിലാക്കി അവർക്ക് വേണ്ടി നിലകൊള്ളാൻ നടത്തിയ ഒരു സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറഞ്ഞ സത്യാഗ്രഹം. അത് 1917 ബീഹാറിൽ വെച്ചിട്ടാണ് ഈ പറഞ്ഞ ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത്. അത് ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹമാണ്, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സത്യാഗ്രഹമാണ്. അതുപോലെ ഗാന്ധിജി പൊതുപ്രവർത്തനമൊക്കെ ആരംഭിക്കാൻ കാരണമായ സത്യാഗ്രഹം ഈ ചമ്പാരൻ സത്യാഗ്രഹമാണ്. പിന്നെ നിങ്ങൾക്കറിയാം, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഒരു കേസ് വാദിക്കാനായിട്ടാണ് പോയത്. ദാദാ അബ്ദുള്ള എന്ന് പറഞ്ഞ ഒരു ഗുജറാത്തി വ്യാപാരിയുടെ കേസ് വാദിക്കാനാണ് സത്യം പറഞ്ഞാൽ അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ പോയത്. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോ ആദ്യമായിട്ട് പൊതുപ്രവർത്തനം ആരംഭിച്ച ഒരു സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഇനി ഈ ബീഹാറിലെ ഈ പറഞ്ഞ ചമ്പാരൻ എന്ന് പറഞ്ഞ സ്ഥലത്തെ നീലം കർഷകരുടെ ഒരു കഷ്ടപ്പാടുകള് ഗാന്ധിജിയുടെ ശ്രദ്ധയിൽ രാജ്കുമാർ ശുക്ല എന്ന് പറഞ്ഞ ഒരാള് വെളിപ്പെടുത്തി. അപ്പൊ ആ ഒരു പ്രശ്നം പഠിച്ച് അവർക്ക് വേണ്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയത് കേട്ടോ. ഇനി നമുക്ക് നോക്കാം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. അപ്പൊ ഇതിൽ ചോദിക്കാവുന്നത് ചമ്പാരൻ സത്യാഗ്രഹം എവിടെയാണ് നടന്നതെന്ന് ചോദിക്കും. അത് ബീഹാറിലാണ്. വർഷം ചോദിക്കും 1917. ഇനി ഇതിൽ അദ്ദേഹം പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതില് ഈ ബ്രിട്ടീഷുകാർ പറഞ്ഞ ഒരു സമ്പ്രദായമാണ് തീങ്കാതീയ സമ്പ്രദായം. അതായത് ഈ തീങ്കാതീയ സമ്പ്രദായം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കും. അത് ചമ്പാരൻ സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ട ഒരു സമ്പ്രദായമാണ്. ചമ്പാരൻ സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ പറഞ്ഞ തീങ്കാതീയ സമ്പ്രദായം എന്ന് പറയുന്നത്. അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ തീൻകതീയ, അല്ലെങ്കിൽ ചിലയിൽ ചോദിക്കും തീൻ കടായി സമ്പ്രദായം. NCERT തീൻ കടായി സമ്പ്രദായം എന്നാണ്, അല്ലെങ്കിൽ തീൻകതീയ സമ്പ്രദായം എന്ന് പറയുന്ന സമ്പ്രദായം. അതായത് ഈ തീൻകതീയ സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകര് സ്വന്തം ഭൂമിയില് 20-3 ഭാഗം എന്ത് ചെയ്യണം, നീലം കൃഷി ചെയ്യണം എന്ന് നിർബന്ധമാക്കി. അവസാനം ഇവർക്ക് ഈ നീലമൊന്നും വേണ്ടാണ്ടായി. അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങൾ വന്നിട്ടാണ് ഈ പറഞ്ഞ സത്യാഗ്രഹമൊക്കെ ഉണ്ടായത്.
ഓക്കെ, അപ്പൊ കർഷകര് തങ്ങളുടെ ഭൂമിയുടെ 20-3 ഭാഗത്ത് എന്ത് കൃഷി ചെയ്യണം? നീലം കൃഷി ചെയ്യണമെന്ന് നിർബന്ധമാക്കിയ സമ്പ്രദായമാണ് തീങ്കതീയ സമ്പ്രദായം അല്ലെങ്കിൽ തീൻ കടായി സമ്പ്രദായം. ഇനി ഗാന്ധിജി ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കാരണമാണ് ചമ്പാര സത്യാഗ്രഹം. നീലം കർഷകരെ തോട്ടം ഉടമകളായ വെള്ളക്കാര് ചൂഷണം ചെയ്തതിനിടെ നടന്ന സത്യാഗ്രഹമാണ് ചമ്പാരൻ. ഇനി സത്യാഗ്രഹത്തിന്റെ ഫലമായി കർഷകർക്ക് ആശ്വാസകരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ വെള്ളക്കാര് നിർബന്ധിതരായി എന്നാണ് പറയണത്. ഇനി ഗാന്ധിജി ഇന്ത്യയിൽ വെച്ച് ആദ്യമായിട്ട് അറസ്റ്റിലായത് ഈ പറഞ്ഞ 17 ഈ ചമ്പാരനിൽ വെച്ചിട്ടാണ്. ഇനി ഈ ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ പ്രാദേശിക നേതാവാണ് രാജ്കുമാർ ശുക്ല. ഞാൻ പറഞ്ഞിരുന്നു, ഈ പറഞ്ഞ രാജ്കുമാർ ശുക്ലയാണ് ഗാന്ധിജിയോട് ഈ ചമ്പാറിലെ ആൾക്കാരുടെ നീലം കർഷകരുടെ ദുരിതത്തെ കുറിച്ചൊക്കെ പറഞ്ഞത്. ഇനി 1916 INCയുടെ ലക്നൗ സമ്മേളനത്തില് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പ്രമേയം അവതരിപ്പിച്ചു. ആ പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് ബ്രിജ് ബാബു കിഷോർ പ്രസാദ്. അപ്പൊ ഇദ്ദേഹമാണ് ഈ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം INCയില് ലക്നൗ സമ്മേളനത്തില് ഈ നീലം കർഷകരോടുള്ള സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പ്രമേയം അവതരിപ്പിച്ചത്. ഇനി ചമ്പാരൻ സത്യാഗ്രഹത്തെ കുറിച്ച് പഠിക്കാനായി അന്വേഷണ കമ്മീഷനിൽ നിയമിച്ചിരുന്നു. ആ കമ്മീഷനിൽ ഗാന്ധിജി അംഗമായിരുന്നു കേട്ടോ. ഇനി കമ്മീഷന്റെ റിപ്പോർട്ട് സമരത്തിന് അനുകൂലമായി വരികയും അതിനെ തുടർന്ന് ചമ്പാരൻ അഗ്രേറിയൻ ബില്ല് പാസ്സാക്കുകയും ചെയ്തു. ഓക്കെ, ഇത്രയാണ് ഈ പറഞ്ഞ ഈ ചമ്പാരൻ സത്യാഗ്രഹത്തെ പറ്റി പറയാനുള്ളത്. ഓക്കെ, ഈ പറഞ്ഞ ഈ ഗാന്ധിജി ചമ്പാരിൽ മുഴുവനും സമയം ചെലവഴിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഈ ഇഷ്ടമുള്ള വിളകള് കൃഷി ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പൊ കിട്ടിയ ചമ്പാര സത്യാഗ്രഹം എന്താന്ന് കിട്ടിയ? ചമ്പാരൻ കിട്ടിയ? കൺഫ്യൂഷൻ ഉണ്ടോ? ചമ്പാര സത്യാഗ്രഹം കിട്ടിയ? ആരും ഒന്നും പറയണില്ലല്ലോ. ഓക്കെ, അപ്പൊ ഗാന്ധിജിയുടെ ഇന്ത്യയിൽ തിരിച്ചെത്തിയിട്ടുള്ള ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാര സത്യാഗ്രഹം. 1917 ബീഹാറിൽ വെച്ചാണ് ഈ ചമ്പാര സത്യാഗ്രഹം നടന്നത്. നീലം കർഷകരുടെ ദുരിതത്തെ കുറിച്ച് അറിഞ്ഞ് അതിനു വേണ്ടിയിട്ടുള്ള ഒരു സത്യാഗ്രഹമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. അപ്പൊ ഇതിന് പ്രമേയം രാജ്കുമാർ ശുക്ലയാണ് ഈ ഗാന്ധിജിയോട് ഈ ചമ്പാരനിലെ നീലം കർഷകരുടെ ദുരിതത്തെ പറ്റി പറഞ്ഞത്. പിന്നെ തീൻ കടായി അല്ലെങ്കിൽ തീങ്കതീയ സമ്പ്രദായം ഒക്കെ ഇദ്ദേഹത്തെ ഈ പറഞ്ഞ ചമ്പാരൻ സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് കേട്ടോ. അടുത്ത സത്യാഗ്രഹത്തിലേക്ക് പോട്ടെ. അടുത്ത സത്യാഗ്രഹം പറയട്ടെ. വർഷം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്ത സത്യാഗ്രഹം പറയട്ടെ. ഓക്കെ, അടുത്ത സത്യാഗ്രഹമാണ് അഹമ്മദാബാദ് മില്ല് സമരം. അത് 1918 ഈ അഹമ്മദാബാദ് മിൽ സമരം നടന്നത്. അത് ഈ പ്ലേഗ് ബോണസിനെ പറ്റി പ്ലേഗ് രോഗം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്നുണ്ടായ ഒരു സമരമാണ് അഹമ്മദാബാദ് മില്ല് സമരം. വർഷം 1918 ഗുജറാത്തിൽ വെച്ചാണ് നടന്നത്. അതായത് ഈ പറഞ്ഞ നമുക്കിത് വായിക്കാം, ഞാൻ പറഞ്ഞുതരാം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം കൂടിയാണ്. ഇത് ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം ചോദിച്ചാൽ അത് അഹമ്മദാബാദ് മില്ല് സമരമാണ്. അപ്പൊ 1917 അഹമ്മദാബാദിൽ പ്ലേഗ് രോഗം പൊട്ടിപ്പുറപ്പെട്ടു. അങ്ങനെ ഈ പ്ലേഗ് രോഗം വന്നിട്ട് 10% പേരോളം ഈ അവര് പ്ലേഗ് രോഗം വന്ന് മരിച്ചുപോയി. അപ്പൊ ഈ രോഗഭീതി മൂലം ഈ അഹമ്മദാബാദ് മില്ലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാളികൾ ഈ രോഗത്തെ പേടിച്ച് ജോലി ഉപേക്ഷിച്ച് പോവാനായിട്ട് റെഡിയായി. അപ്പൊ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അവരുടെ ശമ്പളത്തിന്റെ 80% വരെ ബോണസ് ആയിട്ട് കൊടുത്തിരുന്നു. അങ്ങനെ ബോണസ് ആയിട്ട് കൊടുത്ത് ഈ രോഗഭീതിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ ബ്രിട്ടീഷുകാര് ശരിക്കുള്ള സ്വഭാവം കാണിച്ചു. അവര് ആ കൊടുത്ത 80% ബോണസ് അവസാനിപ്പിച്ചു. അപ്പൊ അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് നടന്ന സമരമാണ് അഹമ്മദാബാദ് മില്ല് സമരം എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം. 1917 അഹമ്മദാബാദിൽ പുറപ്പെട്ട പ്ലേഗ് രോഗം അവിടുത്തെ ജനസംഖ്യയുടെ ഏതാണ്ട് 10% പേര് മരിച്ചു. രോഗഭീതി മൂലം തൊഴിലാളികൾ തൊഴിൽ ഉപേക്ഷിച്ച് പോകാതിരിക്കാനായിട്ട് അവരുടെ ശമ്പളത്തിന്റെ ഇത് എത്ര ശതമാനം വരെ ബോണസ് നൽകിയിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 80% വരെ ബോണസ് നൽകിയിരുന്നു. അപ്പൊ ഈ രോഗഭീതി ഒഴിഞ്ഞതോടുകൂടി ഈ ആനുകൂല്യം നിർത്തലാക്കി. അതാണ് തൊഴിലാളികളെ സമരത്തിന് പ്രേരിപ്പിച്ചത്. ഇനി 35% ഇതും ചോദിച്ചിട്ടുണ്ട്, എത്ര ശതമാനം വേതന വർധനവാണ് ഗാന്ധിജി ആവശ്യപ്പെട്ടതെന്ന്. അപ്പം ഇവിടെ 80% വരെ ബോണസ് ആയിട്ട് നൽകിയിരുന്നു. ഇവിടെ 35% വേതന വർധനവ് ആവശ്യപ്പെട്ട് ഗാന്ധിജി മരണം വരെ നിരാഹാര സമരം ആരംഭിച്ചതിനെ തുടർന്ന് ഈ പറഞ്ഞ മില്ലുടമകൾ ആവശ്യം അംഗീകരിച്ചു. അപ്പൊ ഇനി ഈ അഹമ്മദാബാദ് മിൽ സമരത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച വനിതാ നേതാവായിരുന്നു അനസൂയ ബഹൻ ട്ടാ, സാരാഭായി അല്ല, അനസൂയ ബഹൻ. അപ്പൊ ഈ അനസൂയ ബഹന്റെ വീടാണ് ഈ പറഞ്ഞ ഈ സമരത്തിന്റെ സന്ധി സംഭാഷണത്തിനൊക്കെ വേദിയായത് അനസൂയ ബഹന്റെ വീടാണ് കേട്ടോ. ഇത് ഞാൻ കറക്റ്റ് ചെയ്തിടാം. അനസൂയ ബഹന്റെ ആണ് ഈ പറഞ്ഞ ഗാന്ധിജീനെ അനുഗമിച്ചത്. അപ്പൊ ഈ പ്ലേഗ് ബോണസിനെ തുടങ്ങി 80% പ്ലേഗ് രോഗം പടർന്നു പിടിച്ചതോടുകൂടി ആൾക്കാർ തൊഴിൽ ഉപേക്ഷിച്ച് പോവാതിരിക്കാൻ വേണ്ടി 80% ബോണസ് ആയിട്ട് കൊടുത്തു. പിന്നെ രോഗം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അത് നിർത്തി. അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് കർഷകര് ഈ പറഞ്ഞ അഹമ്മദാബാദ് മില്ല് സ്ട്രൈക്ക് നടത്തി. അപ്പൊ ഗാന്ധിജി 35% വേതന വർധനവ് വേണമെന്ന് പറഞ്ഞ് നിരാഹാര സമരം ഇരുന്നു. അപ്പൊ ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സമരം ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ അഹമ്മദാബാദ് മില്ല് സമരമാണ്. വർഷം ചോദിച്ചിട്ടുണ്ട് 1918 കേട്ടോ. ചമ്പാരനാണ് ഈ 17. ക്ലിയർ ആയോ? അഹമ്മദാബാദ് മില്ല് സമരം ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയാൻ പോണത് ഗേദ സമരം. ഗേദയിലെ സമരമാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് വേണ്ട, ലാസ്റ്റ് ചോദിക്കാം ഞാൻ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി അടുത്തത് ഗേദ സമരമാണ്. 1918 തന്നെയാണ് അഹമ്മദാബാദ് സമരം. 18 ഗേദ സമരം 18 ചമ്പാരനാണ് 17 ബീഹാറിൽ. ഇനി ഗേദ സത്യാഗ്രഹം 1918 ഗുജറാത്തിൽ തന്നെയാണ്. ഗുജറാത്തിലെ ഗേദ ജില്ലയിലെ കർഷകരെ നടത്തിയ പ്രക്ഷോഭമാണ്. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരൾച്ചയെ തുടർന്ന് ഈ ബ്രിട്ടീഷുകാർ നികുതി പിരിക്കുമായിരുന്നല്ലോ. അപ്പൊ വരൾച്ചയെ തുടർന്ന് ഈ പറഞ്ഞ കർഷകർക്ക് നികുതി കൊടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പൊ അതിന് ഇളവ് ലഭിക്കാത്തതിനെ തുടർന്ന് ഈ പറഞ്ഞ ഗാന്ധിജിയൊക്കെ രംഗത്ത് വരികയും അങ്ങനെ നികുതി 2 വർഷത്തേക്ക് കൊടുക്കണ്ട എന്നൊക്കെ വന്നു. അതാണ് ഈ ഗേദ സത്യാഗ്രഹം. അത് ശരിക്കും ഭൂനികുതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സമരമാണ് കേട്ടോ. അപ്പൊ 1918 ഗേദ സത്യാഗ്രഹം ഗുജറാത്തിലാണ് നടന്നത്. വരൾച്ചയെ തുടർന്ന് കർഷകർ ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട നികുതി ഇളവ് ലഭിക്കാത്തതിനെ തുടർന്ന് ഗാന്ധിജിയുടെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ നികുതി നിഷേധ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. ഇതിന്റെ ഫലമായി ബ്രിട്ടീഷ് ഗവൺമെന്റ് 2 വർഷത്തേക്കുള്ള നികുതി വേണ്ടെന്ന് വെക്കുകയും പിടിച്ചെടുത്ത വസ്തുക്കൾ കർഷകർക്ക് നൽകുകയും ചെയ്തു. അതാണ് ഗേദ സത്യാഗ്രഹം. ഗേദ സത്യാഗ്രഹത്തിൽ ഗാന്ധിജിനെ അനുഗമിച്ച ആൾക്കാരാണ് സർദാർ വല്ലഭായ് പട്ടേൽ, അതേപോലെ തന്നെ ഇന്ദുലാൽ യാഗ്നിക്. ഇനി ഈ ഗേദ ഇത് NCERT എന്നുള്ള പോയിന്റ് ആണ് കേട്ടോ, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഗേദ സത്യാഗ്രഹത്തിന്റെ ഭാഗമായി അറസ്റ്റിലായ ഗാന്ധിജിയുടെ സഹപ്രവർത്തകനാണ് മോഹൻലാൽ പാണ്ഡ്യ. ഇപ്പൊ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആണ് ഈ SCERT +2 വരെയുള്ള NCERT അങ്ങനെയൊക്കെ ഉള്ളതിൽ നിന്ന്. അപ്പൊ അതിൽ നിന്നും കൂടി എടുത്ത പോയിന്റ് ആണ് കേട്ടോ ഇത്. അതിൽ നിന്ന് ഇപ്പൊ കയറി വരുന്നുണ്ട്. അപ്പൊ അത് പഠിച്ചു വെക്കാം. ഗേദ സത്യാഗ്രഹത്തിലൂടെ ദേശീയ നേതാവായി മാറിയ വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഇനി പ്രകൃതിക്ഷോഭത്തിൽ ഗേദയിലെ കാർഷിക വിളവ് വ്യാപകമായി നശിച്ചതിനെ തുടർന്ന് നികുതി ഇളവ് നൽകണമെന്ന് കർഷകർ ആവശ്യപ്പെടുകയും എന്നാൽ ബ്രിട്ടീഷ് അധികൃതർ ഈ ആവശ്യം നിരസിച്ചു. ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു തന്നെ. തുടർന്ന് ഗാന്ധിജി നികുതി നിഷേധ സമരത്തിന് ആഹ്വാനം നൽകി. ഇനി
നമ്മളിപ്പോ പറഞ്ഞ 3 സമരങ്ങളുടെ കാര്യമാണ് പറയണത്. കർഷകർക്ക് വേണ്ടി ഗാന്ധിജി നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം. നീലം കർഷകർക്ക് വേണ്ടി നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഇനി ഫാക്ടറി തൊഴിലാളികൾക്ക്, തുണി മില്ലുള്ളതാണല്ലോ, അഹമ്മദാബാദ് മില്ല് സമരം, അത് പ്ലേഗ് ബോണസിനെ തുടർന്നാണ് നടത്തിയത്. ഇനി ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹമാണ് അത് ഗേദ സത്യാഗ്രഹം. മറ്റേത് ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെയാണ്, നികുതിയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഗാന്ധിജി നടത്തിയ ആദ്യ നികുതി നിഷേധ സമരമാണ് ഗേദ സത്യാഗ്രഹം. ഇനി ഇത് പഠിച്ചോളൂ. ചമ്പാരനിലെ നീലം കർഷക സമരം ബീഹാറിൽ വെച്ചിട്ടാണ് നടന്നത്. അത് 1917 നടന്നത്. അഹമ്മദാബാദ് തുണിമിൽ സമരം ഗുജറാത്തിലാണ് നടന്നത് 18. ഇപ്പൊ നമ്മൾ പറഞ്ഞതൊക്കെ തന്നെ. ഗേദ കർഷക സമരം ഗുജറാത്തിൽ 18. ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ. ഇനി നമ്മൾ 2 കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് നിർത്താൻ പോകും. ഇനി നമ്മൾ പറയാൻ പോണത് റൗലറ്റ് ആക്റ്റും അതേപോലെ തന്നെ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയാണ്. അപ്പൊ നമ്മുടെ റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യക്കാരെ വിചാരണ കൂടാതെ ഏത് സമയത്തും അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നിയമമാണ് റൗലറ്റ് നിയമം എന്ന് പറഞ്ഞൊരു നിയമം. ഓക്കെ. അപ്പൊ ഏതൊരാളിനെയും അറസ്റ്റ് ചെയ്യാൻ വിചാരണ കൂടാതെ തടവി വെക്കാൻ കഴിയുന്ന നിയമമാണ് റൗലറ്റ് നിയമം എന്ന് പറയണത്. അപ്പൊ ഈ ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക്, അതിനു മുന്നേ വരെ ചോട്ടാ സംഭവങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെയാണ് ഗാന്ധിജി നടത്തിയിരുന്നത്. നമ്മൾ പറഞ്ഞു ചമ്പാരൻ ബീഹാറിലെ കർഷകർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അതേപോലെ തന്നെ ഗേദ സമരം, അഹമ്മദാബാദ്, അതൊക്കെ ആ ഒരു പ്രാദേശിക സ്ഥലത്തെ പ്രാദേശിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നടന്ന സമരമായിരുന്നു. ഇനി ഗാന്ധിജി ഒരു ദേശീയ സമരം എന്ന ലെവലിലേക്ക് വന്ന കാരണമായ സംഭവം റൗലറ്റ് ആക്ട് ആണ്. ഈ റൗലറ്റ് ആക്ടിനെയാണ് കരിനിയമം എന്നറിയപ്പെടുന്ന നിയമം. ഓക്കെ. അപ്പൊ ഈ കരിനിയമം, ഇനി റൗലറ്റ് നിയമം ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയത് 1919. അപ്പൊ 1919 റൗലറ്റ് നിയമം ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയത്. ഇത് പാസ്സാക്കാൻ നിർദ്ദേശം നൽകിയ കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് സിഡ്നി റൗലറ്റ് എന്ന് പറഞ്ഞ അധ്യക്ഷനായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഈ റൗലറ്റ് നിയമം പാസ്സാക്കാൻ നിർദ്ദേശം നൽകിയത്. അതുകൊണ്ടാണ് ഇത് റൗലറ്റ് ആക്ട് എന്ന് പറയണത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ പൗരാവകാശങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് വിചാരണ കൂടാതെ ആരെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂലോ. അപ്പൊ നമ്മുടെ അവകാശങ്ങൾ ഹനിക്കണ ഒരു നിയമമാണിത്. അപ്പൊ പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് 1919 ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമമാണ് റൗലറ്റ് നിയമം, അല്ലെങ്കിൽ കരി നിയമം എന്നറിയപ്പെടുന്നത്. ഇത് തന്നെ, ആരെയും അറസ്റ്റ് ചെയ്യാം വിചാരണ കൂടാതെ എത്ര കാലം വേണമെങ്കിലും. ഇത് പാസാക്കിയത് 1919 മാർച്ച് 10 കേട്ടോ. ഇനി ഈ റൗലറ്റ് നിയമം, ഇപ്പൊ ഈ റൗലറ്റ് നിയമം ഇങ്ങനെ വന്നു, അപ്പൊ ഇത് ശരിയാവില്ല ഈ ഒരു നിയമം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ റൗലറ്റ് നിയമ വിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബില് നേതൃത്വം നടത്തിയ ആൾക്കാരാണ് ഈ സൈഫുദ്ദീൻ കിച്ലു, ഞാൻ കറക്റ്റ് ചെയ്യാം, സൈഫുദ്ദീൻ കിച്ലു, അതേപോലെ ഡോക്ടർ സത്യപാൽ. ഇനി ഇവരെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ജാലിയൻവാലാ ബാഗില് പ്രതിഷേധിക്കാൻ വേണ്ടി വന്നിട്ട് അവർക്ക് നേരെ വെടിയുതിർത്തതാണ് ഈ പറഞ്ഞ ജാലിയൻവാലാ ബാഗ് ഇൻസിഡന്റ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു കുഴപ്പം, ഈ ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊലയിൽ ഒരുപാട് പേര് മരിച്ചു. അതേപോലെ ഉദ്ധം സിംഗ് എന്ന് പറഞ്ഞ ഒരു പയ്യൻ, ചെറിയ കുട്ടിയായിരുന്നു, അവൻ ഈ പറഞ്ഞ ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊല കാണുകയും ആളെ വലുതായി കഴിഞ്ഞപ്പോ ലണ്ടനിൽ പോയിട്ട് കൊല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ പറയും. അപ്പൊ റൗലറ്റ് നിയമ വിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയ വ്യക്തികളാണ് സൈഫുദ്ദീൻ കിച്ലു, അതേപോലെ ഡോക്ടർ സത്യപാൽ. ഇനി സിഡ്നി റൗലറ്റ് ചെയർമാനുള്ള കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് റൗലറ്റ് നിയമം പാസ്സാക്കിയത് നമ്മൾ പറഞ്ഞു. ഇനി ഈ റൗലറ്റ് നിയമം നടപ്പാക്കിയതുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് കുറെ അധികാരങ്ങൾ കിട്ടി. അതാണ് ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു, ഏതൊരു ഇന്ത്യക്കാരനെ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ അനിശ്ചിത കാലം തടവിലിടാം, പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം, കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. അപ്പൊ ആരെ വേണേലും എപ്പോ വേണേലും ഒരു ഇതും ഇല്ലാണ്ട് ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ വിചാരണ ഇല്ലാണ്ട് ഒന്ന് അറസ്റ്റ് ചെയ്യാനോ, അങ്ങനെ നമ്മുടെ അവകാശങ്ങൾ ഹരിക്കുന്ന ഒരു നിയമമായിരുന്നു ഏത് നിയമം? ഈ പറഞ്ഞ റൗലറ്റ് നിയമം എന്ന് പറഞ്ഞ നിയമം. അത് കരി നിയമം എന്നറിയപ്പെടുന്നു. 19 ഈ നിയമം നിലവിൽ
ഓക്കെ. ഇനി ഈ നിയമങ്ങൾക്കെതിരെ ജനങ്ങൾ പ്രക്ഷോഭം ആരംഭിക്കുകയും പ്രകടനങ്ങൾ, ഉപവാസങ്ങൾ, ഹർത്താലുകൾ, നിയമലംഘനങ്ങൾ എന്നിവ നടത്തി. ഇനി രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തത് ഏപ്രിൽ 6-നാണ്. രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാനായിട്ട് ഗാന്ധിജി ആഹ്വാനം ചെയ്തു. ഇനി ബംഗാളിലെയും പഞ്ചാബിലെയും രാഷ്ട്രീയ വിപ്ലവ പ്രസ്ഥാനത്തെ കുറിച്ച് പഠിച്ച അന്വേഷണ കമ്മീഷന്റെ തലവൻ അത് ഇതന്നെ റൗലറ്റ്. ഇനി ജനറൽ ഡയറിന്റെ നഗരത്തിന്റെ നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുകയും ക്രിമിനൽ ശിക്ഷാ നിയമം 144 പ്രകടനങ്ങളും അതൊക്കെ നിരോധിച്ചു. 1919 കാര്യം നമ്മൾ ഗാന്ധിജി പറഞ്ഞിരുന്നു ഏപ്രിൽ 6-ന് കരിദിനമൊക്കെ ആചരിക്കാൻ പറഞ്ഞിരുന്നു. അതിനോട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങളൊക്കെ നടന്നു. അപ്പൊ 11 ആയപ്പോഴത്തേക്കും ഇവരിത് നിരോധിക്കുകയൊക്കെ ചെയ്തു. ഗാന്ധിജിനെ ഒരു ദേശീയ നേതാവാക്കിയത് ഈ പറഞ്ഞ റൗലറ്റ് സത്യാഗ്രഹം വഴിയാണ്. ഇനിയാണ് നമ്മൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണം റൗലറ്റ് നിയമമാണ്. അപ്പൊ ഈ റൗലറ്റ് നിയമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ ജാലിയൻ വാലാബാഗില് ഇത് പഞ്ചാബിലെ അമൃത്സറിൽ ഇവര് യോഗം ചേർന്നത്. അതായത് പ്രതിഷേധ പ്രകടനം നടത്താൻ വേണ്ടിയിട്ട് കൂടിയത്. ഈ പറഞ്ഞ റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടി. അപ്പൊ അതില് ഒരു ഇതും ഇല്ലാണ്ട്, ഒരു ദാക്ഷിണ്യം ഇല്ലാണ്ട് ഈ പറഞ്ഞ ബ്രിട്ടീഷുകാര് എന്ത് ചെയ്തു? സമാധാനമായിട്ട് അവിടെ കൂടിയിരുന്ന ആളുകളുടെ ഇടയിലേക്ക് വെടിവെക്കുകയും അന്ന് 379 പേര് മരിക്കുകയും ഒരുപാട് പേര് അതിലും ഇരട്ടിയുടെ ആൾക്കാർക്ക് പരിക്കേൽക്കും. അതായത് കാര്യം ഇവര് വെടിവെക്കുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകള് തിങ്ങിക്കൂടി നിന്ന ഒരു ഗ്രൗണ്ട് മൈതാനം പോലത്തെ സ്ഥലമായിരുന്നു ഈ ജാലിയൻ വാലാബാഗ്. അപ്പൊ അതിന്റെ ഗേറ്റുകള് മെയിൻ കവാടം ഒഴികെ ബാക്കിയെല്ലാം അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ 3 വശം മതിലുകൾ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു കവാടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ പറഞ്ഞ ഈ ജാലിയൻ വാലാബാഗ് എന്ന് പറഞ്ഞ ഈ മൈതാനത്തിന്. അപ്പൊ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആളുകള് ഈ പറഞ്ഞ വെടിവെച്ച് കഴിഞ്ഞപ്പോ ആളുകൾ പേടിക്കില്ലേ? ഈ ആന വരണ്ട ഓടുമ്പോ നമ്മളെല്ലാവരും കൂടി ഓടില്ലേ, പേടിച്ചോടില്ലേ? അതേപോലെ തന്നെ ഈ പറഞ്ഞ വെടിവെപ്പും ഇതൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോ ആളുകൾ തിക്കി തിരക്കി പുറത്തേക്ക് പോകാൻ പറ്റാണ്ട് കുറെ പേര് ചവിട്ടേറ്റും, കുറെ പേര് ഇതില് ആ ഒരു റഷിന്റെ ഉള്ളില് അങ്ങനെയാണ് കുറെ പേര് മരിച്ചു പോയത്. കുറെ പേർക്ക് വെടിയേറ്റ് മരിച്ചു, കുറെ പേര് ഈ തിക്കും തിരക്കിന്റെ ഇടയിൽ പെട്ട് ഞെരുങ്ങി അമർന്ന് ഒരു വലിയ കൂട്ടക്കൊലയായിട്ട് മാറുകയാണ് ചെയ്തത്. അതാണ് ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നൊക്കെ പറയണ കൂട്ടക്കൊല. അത് പിന്നീട് ബ്രിട്ടീഷുകാർ അതിന് മാപ്പൊക്കെ പറഞ്ഞു എന്നാണ് കേൾക്കുന്നത്. ഓക്കെ. അപ്പൊ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല റൗലറ്റ് നിയമത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളിൽ ഏറ്റവും ശക്തമായിരുന്നു 1919 ജാലിയൻ വാലാബാഗ് ദുരന്തം. ഇനി ഇത് നടന്നത്, ഇത് ഇമ്പോർട്ടന്റ് ആണ്, 1919 ഏപ്രിൽ 13-നാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. 1919 ഏപ്രിൽ 13-ന് അമൃത്സറിൽ വെച്ചിട്ടാണ് 379 പേര് മരിച്ചിട്ടുണ്ട്. പരിക്കേറ്റ അത്രയും പേരൊന്നും അല്ല കേട്ടോ. പരിക്കേറ്റത് ഒരുപാട് പേര് പരിക്കേറ്റ് അതിൽ പെട്ടിട്ടുണ്ട് കേട്ടോ. ഇനി പഞ്ചാബില് റൗലറ്റ് വിരുദ്ധ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഡോക്ടർ സത്യപാലും സൈഫുദ്ദീൻ കിച്ചലും ആണ് ഈ റൗലറ്റ് നിയമ വിരുദ്ധ സമരത്തിന് പഞ്ചാബില് നേതൃത്വം നൽകിയത്. അപ്പൊ ഇവരെ എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഈ ജാലിയൻ വാലാബാഗില് ജനങ്ങൾ ഒത്തുകൂടിയത്. പഞ്ചാബിലെ അമൃത്സറിലെ ജാലിയൻ വാലാബാഗില് ജനങ്ങൾ ഒത്തുകൂടാൻ കാരണം ഈ പറഞ്ഞ സൈഫുദ്ദീൻ കിച്ചലു, സത്യപാൽ എന്നിവരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ്. ഇനി ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾക്ക് നേരെ വെടിവെക്കാൻ ഉത്തരവിട്ടത് ജനറൽ ഡയർ ആണ് കേട്ടോ. ജനറൽ ഡയർ ഉത്തരവിട്ടു, മൈക്ലോ ഡയർ ആണ് വെടിവെച്ചത് കേട്ടോ. അതിനൊരു വ്യത്യാസമുണ്ട്. ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾക്ക് നേരെ വെടിവെക്കാൻ ഉത്തരവിട്ട പട്ടാള മേധാവി ജനറൽ ഡയർ ആണ് കേട്ടോ. ഇനി ഈ പറഞ്ഞ ഇതിന്റെ പ്രത്യേകത എന്താ? 3 വശവും മതിലുകളാൽ ചുറ്റപ്പെട്ട ഒരു ഇതാണ്. ഓക്കെ. അപ്പൊ ഇനി നിരായുധരായ ജനങ്ങൾക്ക് നേരെ പട്ടാളം വെടിയുതിർത്തു. 1000-ൽ പല ആളുകൾ വെടിയേറ്റ് മരിച്ചു. ഇതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. പിന്നെ ഞാൻ പറഞ്ഞു കുറെ ആളുകൾ വെടിയേറ്റാണ് മരിച്ചത്. പിന്നെ ബാക്കിയുള്ളവര് ഇതിന്റെ ഇടയിൽ കൂടെ ഓടി ചവിട്ടേറ്റും അങ്ങനെ പരിക്കേറ്റും ആണ് ഈ ബാക്കിയുള്ള ആളുകൾ മരിച്ചത്. ഇങ്ങനെ ഒരു ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു കൂട്ടക്കൊലനെയാണ് നമ്മൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയണത്. ഇനി ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് കുറെ പേര് അവർക്ക് കിട്ടിയ ബഹുമതികള്, മെയിൻ ആയിട്ടുള്ള നേതാക്കളൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങനെ മെയിൻ ആയിട്ടുള്ള കിട്ടിയ പുരസ്കാരങ്ങൾ അത് ഉപേക്ഷിച്ച ആൾക്കാരുടെ കാര്യമാണ് കേട്ടോ നമ്മൾ ഇനി പറയാൻ പോണേ.
ജാലിയൻവാലാബാഗ് പ്രതിഷേധത്തെ തുടർന്ന് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് സി ശങ്കരൻ നായർ, ചേറ്റൂർ ശങ്കരൻ നായർ, INC പ്രസിഡന്റായ ആദ്യ മലയാളി ആളാണ്, വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ചു. അതേപോലെ മഹാത്മാഗാന്ധിക്ക് ഈ ദക്ഷിണാഫ്രിക്കയിലായിരിക്കുന്ന സമയത്ത് കിട്ടിയ ഒരു പുരസ്കാരമാണ് കൈസർ ഇ ഹിന്ദ് പുരസ്കാരം. അദ്ദേഹം അത് തിരിച്ചു നൽകി ബ്രിട്ടീഷുകാർക്ക്. ഇനി സർ പദവി, അതൊരു പദവിയാണ്, ഈ സർ പദവി അത് ടാഗോർ ഉപേക്ഷിച്ചു. ഇതൊക്കെ ഈ ജാലിയൻവാലാബാഗ് ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ. ഇനി ഈ പറഞ്ഞ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ ദൃക്സാക്ഷിയായിരുന്ന ആളായിരുന്നു ഉദ്ധം സിംഗ്. ഇനി ഈ പറഞ്ഞ നേതൃത്വം കൊടുത്ത മൈക്ലോ ഡയർ ആണ് ഈ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്തത്. ജനറൽ ഡയർ ആണ് അതിന് ഉത്തരവിട്ടത്. അപ്പൊ അദ്ദേഹത്തെ വധിച്ചതാണ് ഉദ്ധം സിംഗ്. അദ്ദേഹം 1940 ലണ്ടനിലെ കാക്സ്റ്റൺ ഹാളിൽ വെച്ച് ഈ പറഞ്ഞ ജനറൽ ഡയറിനെ വെടിവെച്ച് കൊന്നു ഉദ്ധം സിംഗ്. അവിടെ പോയി, ലണ്ടനിൽ പോയി ഇതിന് പ്രതികാരമായിട്ട് അന്ന് ദൃക്സാക്ഷിയായി അതിന് പറ്റിയ മുറിവ് അത് കഴിഞ്ഞ് വലുതായി കഴിഞ്ഞപ്പോ അദ്ദേഹം ഒരു വിപ്ലവകാരിയായി മാറി ഉദ്ധം സിംഗ്. എന്നിട്ട് അദ്ദേഹം പോയി ഈ പറഞ്ഞ ആളെ ജനറൽ ഡയറിനെ പോയി വെടിവെച്ച് കൊന്നു. അതിനെ തുടർന്ന് ഈ പറഞ്ഞ ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റി. അത് 1940 ജൂലൈ 31 തൂക്കിലേറ്റിയത് ഉദ്ധം സിംഗിനെ. ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ. 1940 ജൂലൈ 31. ഇനി ഈ പറഞ്ഞ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷന്റെ തലവനായിരുന്നു ഹണ്ടർ പ്രഭു. അതിനെ തന്നെ ഹണ്ടർ കമ്മീഷൻ എന്ന് പറയും. ഇനി ഗാന്ധിജി പറഞ്ഞതാണ് പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറ പാകിയ, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധമാണ് പ്ലാസി യുദ്ധം. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല അതിനെ ഇളക്കി എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. ഇത്രയാണ് ഇതുവരെ പറയാനുള്ളത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പറയാം. കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യാം. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ബോറടിച്ചാ? ക്ലിയർ ആയോ? ആരെങ്കിലും ഒന്ന് പറയേ. ഓക്കെ, അതെ, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം? ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ. വർഷം പറഞ്ഞോ? 1916. ബാക്കി 16 അല്ല, 17. ബാക്കിയുള്ളവരും ഒന്ന് മെസ്സേജ് ഇടണേ. ഇനി ചമ്പാരൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലം? പറയേ. ബംഗാള്. എന്താണ്? ബംഗാളല്ല, ബീഹാർ. ബീഹാറല്ലേ? ബീഹാറാണ്, ബീഹാർ. ചമ്പാരൻ സ്ഥിതി ചെയ്യുന്ന ബീഹാറിൽ കേട്ടാ. ഓക്കെ. ഇനി ഈ താഴെ പറയുന്നവയിൽ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, വിചാരണ കൂടാതെ അനിശ്ചിത കാലം തടവിലിടാം. ശരിയാണോ? അടുത്തത്, ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. ശരിയാണോ? അടുത്തത്, 1909 ഈ നിയമം നിലവിൽ വന്നു. അപ്പൊ വർഷം പറഞ്ഞോ? വർഷം പറഞ്ഞോ? 1919. പിന്നെ അടുത്തത്, പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. ശരിയോ തെറ്റോ? ശരിയാണ്. ഓക്കെ. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി നടത്തിയ നിരാഹാര സമരം ഏതാ? ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരം, ആദ്യത്തെ നിരാഹാര സമരം? അഹമ്മദാബാദ് മിൽ സമരം. അഹമ്മദാബാദ്. പിന്നെ ഈ ഗാന്ധിജിയുടെ കാര്യങ്ങൾ പറയുമ്പോ ഈ കാലക്രമത്തിൽ ക്രമീകരിക്കാന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരും. അപ്പൊ കാലക്രമത്തിൽ ക്രമീകരിക്കാന്ന് പറഞ്ഞ ഓപ്ഷനിൽ ചമ്പാരൻ സത്യാഗ്രഹം, ഗേദ സത്യാഗ്രഹം, പിന്നെ അല്ലെങ്കിൽ ഇനി പിന്നീട് കുറെ സമരങ്ങളൊക്കെ വരും. ഇത് തന്നെ ആവണമെന്നില്ല കേട്ടോ. വേറെ ഇപ്പൊ ലാഹോർ സമ്മേളനം,
അല്ലെങ്കിൽ ലക്നൗ പാറ്റ്, ഇങ്ങനെ ഒരു 4-5 സംഭവങ്ങൾ തരും. എന്നിട്ട് അതിന്റെ കാലക്രമത്തിൽ ക്രമീകരിക്കാൻ പറയും. അപ്പൊ നമുക്ക് വർഷം അറിയണം. അത് കേരള ഹിസ്റ്ററി എന്ന ഭാഗത്തുനിന്നും ചോദിക്കും, ഇന്ത്യ ഹിസ്റ്ററി എന്ന ഭാഗത്തുനിന്നും ചോദിക്കും, എല്ലായിടത്തു നിന്നും ചോദിക്കും. അപ്പൊ കാലക്രമത്തിൽ ക്രമീകരിക്കാനൊക്കെ പറയാൻ അങ്ങനെ ക്വസ്റ്റ്യൻ വരും. അപ്പൊ നിങ്ങൾ വർഷമൊക്കെ പഠിക്കാം കേട്ടോ. ഇനി ഈ പറഞ്ഞ ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ ആരാന്ന് ചോദിച്ചാൽ അത് ജനറൽ റെജിനാൾഡ് ഡയർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞത്. ഇനി മൈക്ലോ ഡയർ ആ സമയത്ത് ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല നടക്കുമ്പോ പഞ്ചാബിലെ ഗവർണർ ആയിരുന്നു കേട്ടോ. 2 ആൾക്കാരുണ്ട്, ജനറൽ ഡയറും ഉണ്ട്, മൈക്ലോ ഡയറും ഉണ്ട് കേട്ടോ. ഇനി ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയ വർഷം പറയും. ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയ വർഷം. കിട്ടില്ലേ? 1940 ജൂലൈ 31 കേട്ടാ. 1940 ജൂലൈ 31. സർ പദവി ഉപേക്ഷിച്ചതാരാ? ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് സർ പദവി രവീന്ദ്രനാഥ ടാഗോർ ആണ്. കൈസർ ഹിന്ദ് ബഹുമതി തിരിച്ചു നൽകിയതാരാ? ഗാന്ധിജിയാണ് കേട്ടോ. പിന്നെ സരോജിനി നായിഡും ആ പദവി തിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. മെയിൻ നമ്മൾ ഗാന്ധിജിയുടെ കാര്യം പറയണത്. ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ആരാ? ഹണ്ടർ കമ്മീഷൻ കേട്ടോ, ഹണ്ടർ കമ്മീഷൻ. ഇനി ക്രൗളിംഗ് ഓർഡർ എന്ന് പറയണ ഒരു സംഭവം ഉണ്ട്. അത് ഈ ജാലിയൻവാല ബാഗ് സംഭവത്തെ പറ്റിയാണ്. പതുക്കെ അതിന്റെ അന്വേഷണത്തെ പറ്റി പോയുള്ളൂ ഈ പറഞ്ഞ ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല നടത്താൻ. അതുകൊണ്ട് അതിനെ പറയണതാണ് ക്രൗളിംഗ് ഓർഡർ. ഓക്കെ. ഇനി റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ് കേട്ടോ? ഓപ്ഷൻ 1 സത്യപാൽ മല്ലിക്. ശരിയാണോ? സത്യപാൽ മല്ലിക് ശരിയാണോ? റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ സത്യപാൽ മല്ലിക്. ഡോക്ടർ സത്യപാൽ എന്ന് പറയണില്ലേ, അത് ഈ സത്യപാൽ തന്നെയാണ് കേട്ടോ. അത് ശരിയാണ്. റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തിയിലെ സത്യപാൽ മല്ലിക് എന്ന് പറയണത് ഈ പറഞ്ഞ ഡോക്ടർ സത്യപാൽ നമ്മൾ പറഞ്ഞില്ലേ, ആളാണ്. ഇനി അടുത്തത് മംഗൾ പാണ്ഡെ. ശരിയാണോ? മംഗൾ പാണ്ഡെ ഇപ്പൊ ആരായിരുന്നു? നമ്മൾ പഠിച്ചിട്ടുണ്ടാകും മംഗൾ പാണ്ഡെ ആരാന്ന്. 1857 റിവോൾട്ടിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നൊക്കെ പറയപ്പെടുന്നത് മംഗൾ പാണ്ഡെയാണ്. ഓക്കെ. ഇനി വെല്ലിംഗ്ടൺ പ്രഭു റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ആളാണോ? വെല്ലിംഗ്ടൺ പ്രഭു? ഓക്കെ, അല്ല. സൈഫുദ്ദീൻ കുച്ചലു? ഓക്കെ ഓക്കെ. ഗ്രാമീണ ചണ്ടക്കാരൻ ആരുടെയാ? ഗ്രാമീണ ചണ്ടക്കാരൻ നന്ദലാൽ ബോസ്. ഗ്രാമീണ ജീവിതം? ഗ്രാമീണ ജീവിതം ആർക്കും കിട്ടില്ലേ? ഗ്രാമീണ ജീവിതം അമൃത ഷെർഗിലിന്റെ കേട്ടാ. റിലീഫ് ഓഫ് ലക്നൗ തോമസ് ബാർക്കറിന്റെ. ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് നന്നായിട്ട് പഠിച്ചു വരിക കേട്ടാ. താങ്ക് യു. ഡൗട്ട് ഒന്നുമില്ലല്ലോ?